മുഹൂർത്തമാവാനായി, ഇനി പെൺകുട്ടിയെ വിളിച്ചോളൂ. പൂജാരി അത് പറഞ്ഞതും വീണയുടെ അച്ഛൻ അവളുടെ അമ്മയെ ഒന്ന് നോക്കി. മോളെ വിളിക്ക്. അയാൾ പറഞ്ഞതും വീണയുടെ അമ്മ തലയാട്ടിക്കൊണ്ട് വേഗം അകത്തേക്ക് ചെന്നു. ആളുകളെല്ലാം കല്യാണപ്പെണ്ണിനെ കാണാനുള്ള ആകാംക്ഷയിൽ നിൽക്കുകയാണ്. കല്യാണവേഷത്തിൽ പെണ്ണ് സുന്ദരിയാണോ? പെണ്ണിന് എത്ര വളയുണ്ട്, എത്ര ചെയിനുണ്ട്, ഇതറിയാനാണ് ആളുകൾ അധികവും വന്നിരിക്കുന്നത് തന്നെ. കതിർമണ്ഡപത്തിൽ വരന്റെ വേഷത്തിലിരിക്കുന്ന മനുവിന്റെ കണ്ണുകളും തന്റെ പാതിയെ കാണാനുള്ള കൗതുകത്തിലാണ്. അണിഞ്ഞൊരുങ്ങി ഇറങ്ങിവരുന്ന അവളിൽ തന്നെയായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ. ചുവന്ന പട്ടുസാരിയിൽ അവൾ അതിമനോഹരിയായിരുന്നു. അവളെ നോക്കുന്നവരുടെ കണ്ണുകളെല്ലാം അത്ഭുതത്തിൽ വിടർന്നു പോയിരുന്നു. അത്രയേറെ സുന്ദരിയായിരുന്നു അവൾ. മനുവിന്റെ കണ്ണുകൾ അവളെ കണ്ടതും വിടർന്നു. ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കി നിന്നുപോയി. തലയും കുനിച്ചാണ് അവൾ വരുന്നത്. മണ്ഡപത്തിലേക്ക് കയറിയതും അവൾ എല്ലാവരെയും ഒന്ന് നോക്കി കൈകൾ കൂപ്പി. ഹൃദയത്തിൽ ഇപ്പോഴും വേദനയാണ്. അവിടെയേറ്റ മുറിവിൽ നിന്നും ഇപ്പോഴും രക്തം ഒഴുകുന്നുണ്ടെന്ന് പോലും അവൾക്ക് തോന്നി. നോക്ക് വീണേ, അച്ഛനോടും അമ്മയോടും ഒരിറ്റ സ്നേഹമുണ്ടെങ്കിൽ നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കാതെ. ആളുകൾ പലതും പറയും. നിനക്ക് നല്ലതല്ലാത്ത എന്തെങ്കിലും ഞങ്ങൾ ചെയ്യുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? മനു നല്ലവനാണ്. അവന്റെ കൂടെ എൻ്റെ മോൾക്കെന്നും സന്തോഷമേ ഉണ്ടാവൂ. അത് ഞങ്ങൾക്ക് അത്രയും ഉറപ്പാണ്. പുറത്തു നിൽക്കുന്ന നിന്റെ അച്ഛൻ എന്ന ആ മനുഷ്യനെ ഓർത്തെങ്കിലും എൻ്റെ മോളൊന്ന് ചിരിക്കി. കുറച്ചു മുൻപ് അമ്മ പറഞ്ഞ ആ വാക്കുകളായിരുന്നു അവളുടെ മനസ്സിൽ അപ്പോൾ നിറഞ്ഞു നിന്നത്. വീണ തനിക്കരികിലായി നിൽക്കുന്ന അച്ഛനെ ഒന്ന് നോക്കി. അച്ഛൻ്റെ മുഖത്ത് അപ്പോൾ ഉണ്ടായിരുന്ന ഭാവം എന്തെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ചുറ്റും കൂടി നിൽക്കുന്നവർക്കൊന്നും കാണാൻ പറ്റാത്ത ആ കണ്ണുകളിലെ ദയനീയത അവൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവൾ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് അച്ഛനെ ഒന്ന് നോക്കി. ആ പുഞ്ചിരി കണ്ടതും അയാളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഹൃദയത്തിൽ എവിടെയോ ഒരു തണുപ്പ് അനുഭവപ്പെടുന്നത് പോലെ അയാൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. കുറച്ചു നിമിഷങ്ങൾക്കകം തന്നെ മനു അവളുടെ കഴുത്തിൽ താലി ചാർത്തി. നെറുകയിൽ അവൻ തൻ്റെ വിരലാൽ സിന്ദൂരം കൊണ്ട് ചുവപ്പിച്ചു. അച്ഛൻ അവളുടെ കൈ പിടിച്ച് മനുവിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തതും അവൾ അറിയാതെ തന്നെ അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അടർന്നു വീണിരുന്നു. നേർത്തൊരു തേങ്ങൽ അവളിൽ നിന്നും പുറത്തേക്കൊഴുകി. വീട്ടുകാരെ പിരിയുന്നതിൻ്റെ സങ്കടമാകുമെന്ന് എല്ലാവരും കരുതി. സ്വാഭാവികം. ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴും അവനോടൊപ്പം ഇരുന്ന് കല്യാണ സദ്യ കഴിക്കുമ്പോഴും അവളുടെ മനസ്സ് വല്ലാത്തൊരു ഭാരം പേറിയിരുന്നു. വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞ് അവനോടൊപ്പം ഇറങ്ങുമ്പോൾ അവൾ നോക്കിയത് അമ്മയുടെയും അച്ഛൻ്റെയും മുഖത്തേക്കാണ്. ആണായും പെണ്ണായും അവർക്ക് അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മകളെ ആണൊരുത്തൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ച സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നെങ്കിലും അവളെ വിട്ടുപിരിയുന്നതിൻ്റെ സങ്കടം കൂടി അവർ ഇരുവരുടെയും കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. കാറിലേക്ക് കയറുന്നതിന് മുൻപായി മനു അവളുടെ അച്ഛനെ ഒന്ന് നോക്കി തലയാട്ടി. അയാൾ ദയനീയമായൊരു പുഞ്ചിരി അവന് നേരെ കൊടുത്തപ്പോൾ നിറഞ്ഞ മനസ്സോടെ തെളിഞ്ഞൊരു പുഞ്ചിരിയാണ് അവൻ അയാൾക്ക് പകരമായി കൊടുത്തത്. തൻ്റെ മകളെ നോക്കിക്കോണേ എന്ന് ആ മനുഷ്യൻ്റെ കണ്ണുകൾ അവനോട് പറഞ്ഞു. അത് മനസ്സിലാക്കിയെന്നോണം അവൻ അയാളെ നോക്കി ഒരു ചിരിയോടെ കണ്ണുകൾ ചിമ്മി. അവൻ്റെ ആ തെളിഞ്ഞ പുഞ്ചിരിയിലേക്ക് നോക്കുമ്പോൾ അയാളുടെ മനസ്സിലേക്ക് വല്ലാത്തൊരു തണുപ്പ് അരിച്ചിറങ്ങിയിരുന്നു. അവൻ കാറിലേക്ക് കയറിയതിന് പിന്നാലെ അവളും കയറി. കാറ് പതിയെ നീങ്ങിത്തുടങ്ങിയതും അവൾ സീറ്റിലേക്ക് ചാരിയിരുന്നു. അപ്പോഴും നോട്ടം പുറത്തേക്കായിരുന്നു. താൻ ഇത്ര കാലം ഓടി നടന്ന തൻ്റെ നാട്, തന്നെ മുന്നോട്ടാക്കി പിന്നോട്ട് ഓടിമറിയുന്ന നെൽപ്പാടവും അമ്പലക്കുളവും വലിയ ആൽമരവുമെല്ലാം കാണുമ്പോൾ അവൾക്ക് ഹൃദയത്തിൽ വല്ലാത്ത ഭാരം തോന്നി. അല്ല, അതിന് തന്നെ മുന്നോട്ടാക്കി അവ പിറകോട്ടല്ലാലോ. അവയെല്ലാം പിറകോട്ടാക്കി താനല്ലേ മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്, ഒത്തിരി ദൂരേക്ക്. അവളൊരു നിമിഷം കണ്ണുകളൊന്ന് ഇറുക്കെ അടച്ചു. ഇവിടെയുള്ള ഓരോ മൺതരികൾക്കും 1000 കഥകൾ പറയാനുണ്ടാകും. തൻ്റെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും ഇവിടെ വെച്ചാണ് താൻ കണ്ടത്. അന്ന് ആ സ്വപ്നങ്ങളിലെല്ലാം തന്നോട് ചേർന്ന് ഒരുവൻ കൂടി ഉണ്ടായിരുന്നു. അമൽ, അതായിരുന്നു അവൻ്റെ പേര്. ആ ഒരുവൻ്റെ ഓർമ്മയിൽ അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞുപോയി. പെട്ടെന്നാണ് അവളൊന്ന് ചുറ്റും നോക്കിയത്. കാറിപ്പോൾ കൃഷ്ണേട്ടൻ്റെ ചായക്കട എത്തിയിരിക്കുന്നു. 2 വളവ് കൂടി കഴിഞ്ഞാൽ ഗ്രൗണ്ടാണ്. വൈകുന്നേരം സമയങ്ങളിൽ ആ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം കളിക്കാനെത്തുന്നത് അവിടെയാണ്. ഗ്രൗണ്ടിനോട് ചേർന്ന് തന്നെ ഏറ്റവും അറ്റത്തായൊരു കലുങ്കുണ്ട്. അവിടെയാണ് അധികം സമയവും അവനുണ്ടാകാറുള്ളത്. എന്നും ക്ലാസ് കഴിഞ്ഞ് താൻ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെയിരുന്ന് തന്നെ കുറുമ്പോടെ നോക്കിയിരുന്നൊരുവൻ്റെ മുഖം അവൾക്ക് ഓർമ്മ വന്നു. ചിന്തിച്ചു നിൽക്കെ തന്നെ കാർ ഗ്രൗണ്ടിനടുത്തെത്തിയിരുന്നു.
ഇന്ന് കല്യാണമായതുകൊണ്ടാകണം നാട്ടിലെ അധികം എല്ലാവരും അവിടെയായിരിക്കും. ഗ്രൗണ്ടിനടുത്തെത്തുന്നതിനു മുൻപേ കണ്ടു കലുങ്കിലായി ഇരിക്കുന്ന 3 പേരെ. കുറച്ചു ദൂരെ നിന്നായതുകൊണ്ട് ആരെന്ന് വ്യക്തമല്ല. എന്നാൽ വണ്ടി അടുത്തെത്തും തോറും അവളുടെ നെഞ്ചിടിപ്പ് എന്തോ വല്ലാതെ കൂടിക്കൂടി വന്നു. 2 പേർക്ക് നടുവിലായിരിക്കുന്നവന്റെ മുഖത്തേക്കാണ് ഒരു നിമിഷം അവളുടെ നോട്ടം പോയത്. ആ ഒരുവന്റെ നോട്ടവും അലങ്കരിച്ച കല്യാണവണ്ടിയിലേക്കായിരുന്നു. ഒരേയൊരു നിമിഷം അവരുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞു. എന്നാൽ കണ്ണടച്ച് തുറക്കുന്നതിനു മുൻപേ അവരുടെ കാർ അവിടെ നിന്നും മറഞ്ഞിരുന്നു. അവളൊരു വല്ലായ്മയോടെ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചിരുന്നു. അവനെ മറക്കണമെന്ന് മനസ്സ് പറയുന്നുണ്ട്. അതിനായി താൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ മറക്കാൻ ശ്രമിക്കുന്തോറും അവൻ കൂടുതൽ മിഴിവോടെ തെളിഞ്ഞു വരുന്നു. അവൾക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നി. അല്ലെങ്കിലും മനസ്സിനെ കുറ്റം പറഞ്ഞിട്ടെന്തു കാര്യം? പരസ്പരം ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് വർഷം 6 ഇഷ്ടമാണെന്ന് പറഞ്ഞ് നെഞ്ചിലേറ്റി സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് വർഷം 4. ഇത്ര നാളും അവനെ തൻ്റേതെന്ന് പറഞ്ഞു കൊണ്ടു നടന്ന മനസ്സ് പെട്ടെന്ന് അവനെ മറക്കുന്നതെങ്ങനെ? പക്ഷേ മറന്നേ പറ്റൂ. ഈ പുതിയൊരു ജീവിതത്തിൽ ഇനി അവൻ ഉണ്ടാവാൻ പാടില്ല. ചങ്ക് പറിച്ച് സ്നേഹിച്ചിട്ടും തന്നെ വേണ്ടെന്ന് നിഷ്കരുണം പറഞ്ഞ അവൻ്റെ ഓർമ്മകളും തന്നിലിനി അവശേഷിക്കാൻ പാടില്ല. അവൾ തനിക്കരികിലായി ഇരിക്കുന്നവനെയൊന്ന് നോക്കി. പുറത്തേക്ക് നോക്കിയാണ് ആളിരിക്കുന്നത്. പുതിയ ജീവിതത്തിൻ്റെ പുത്തൻ പ്രതീക്ഷകളുമായി തൻ്റെ കൈ പിടിച്ചവൻ. തൻ്റേതെന്ന് പറഞ്ഞ് സ്നേഹിക്കുവാനായി തനിക്ക് സ്വന്തമായവൻ. അത്ര പെട്ടെന്നൊന്നും അമലേട്ടനെ മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്കിലും മറന്നേ പറ്റൂ. അമൽ തന്നെ വേണ്ടെന്ന് വെച്ചതുപോലെ താനും അവനെ മറക്കണം. അവൻ്റെ ഓർമ്മകളെയെല്ലാം തന്നിൽ നിന്നും ഇല്ലാതാക്കണം. എന്നിട്ട് തന്നെ സ്നേഹിക്കുന്നവനെ ചേർത്ത് പിടിക്കണം. പക്ഷേ അതിനു മുൻപ് മനുവേട്ടനോട് മനസ്സ് തുറക്കണം. കാരണം കല്യാണത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പോലും അമലിനു വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയവളാണ് താൻ. അതുകൊണ്ട് എല്ലാം തുറന്നു പറയണം. എന്നിട്ടും തന്നെ ചേർത്ത് പിടിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആൾക്കു വേണ്ടി ഇനി ജീവിക്കണം. അവൾ അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു. വീണയുടെ വീട്ടിൽ നിന്നും മനുവിൻ്റെ വീട്ടിലേക്ക് 2 മണിക്കൂർ നേരത്തെ യാത്രയുണ്ട്. അതുകൊണ്ട് തന്നെ മനുവിൻ്റെ വീട്ടിലെത്തുമ്പോഴേക്കും വീണ ചെറുതായൊന്ന് മയങ്ങിപ്പോയിരുന്നു. വീണേ, എഴുന്നേൽക്ക്, വീടെത്തി. മനു അവളെ തട്ടി വിളിച്ചതും അവൾ പതിയെ കണ്ണു തുറന്നു. വീടെത്തി, ഇറങ്ങ്. അവൻ അത് പറഞ്ഞുകൊണ്ട് കാറിൽ നിന്നിറങ്ങി. അവന് പിറകെയായി അവളും. കാറിൽ നിന്നും ഇറങ്ങിയതും അവൾ വെറുതെ ചുറ്റും ഒന്ന് നോക്കി. ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ഒപ്പം വല്ലാത്ത ഒച്ചയും ബഹളവും. കാറിൽ നിന്നിറങ്ങിയതും എവിടെ നിന്നൊക്കെയോ പോപ്പറുകൾ തലങ്ങും വിലങ്ങും പൊട്ടി. പലവിധ വർണ്ണപ്പൊടികൾ തലയിലൂടെ വന്നു വീണു. കൂട്ടത്തിൽ ഉജാല കലക്കിയ വെള്ളം കൂടി അവൻ്റെ കസവു ഷർട്ടിലൂടെ ഒലിച്ചിറങ്ങിയത് പെട്ടെന്നായിരുന്നു. അവൾ അവനെയൊന്ന് നോക്കി. ആകെ മൊത്തം നീലക്കുറുക്കൻ്റെ ഒരു ലുക്ക്. അവൾക്ക് ചിരി വന്നു. അവൾ അത് തൻ്റെ ചുണ്ടുകൾക്കിടയിൽ പിടിച്ചു വയ്ക്കാൻ നോക്കിയെങ്കിലും അവൾക്കതിന് സാധിച്ചില്ല. അവളിൽ നിന്നും അടർന്നു വീണ ആ നേർത്തൊരു ചിരിയിലേക്ക് അവനൊരു നിമിഷം നോക്കി നിന്നുപോയി. അവൻ്റെ നോട്ടം തന്നിലാണെന്ന് മനസ്സിലായതും അവൾ പിടിച്ചു കെട്ടിയതുപോലെ ആ ചിരിയെ അടക്കി നിർത്തി. വീട് വരെ വണ്ടി പോകും. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് നടത്തിക്കാനാ ഇവരുടെ പ്ലാൻ. ഇവരുടെയൊക്കെ കല്യാണത്തിന് ഞാനും ഇതുപോലെ പണിതിട്ടുള്ളതുകൊണ്ട് അനുസരിക്കാതെ വേറെ നിവർത്തിയില്ല. ഇവിടുന്ന് അടുത്ത് തന്നെയാ വീട്. താൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ്. നടക്കുന്നതിനിടയിൽ മനു വീണയോടായി അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. അതിനവൾ അവനെ നോക്കിയൊന്ന് ചിരിച്ചു. അപ്പോഴാണ് മനുവിന് ആശ്വാസം തോന്നിയത്. അവനും അവളെ ഒന്ന് നോക്കി ചിരിച്ചു. ഡാൻസും ബാൻഡടിയുമായി അവൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒരു ജാഥയ്ക്കുള്ള ആളുണ്ട്. സകല കാടും ചെടിയുമെല്ലാം പറിച്ച് ആകെ മൊത്തം പരിപാടി കളറാണ്. അവർക്ക് നടുവിലാണ് വീണയും മനുവും. അതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെയാണ് അവർ നടക്കുന്നത്. ഒരു കല്യാണത്തിനും പോയി ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു എന്ന് അവനൊരു നിമിഷം തോന്നിപ്പോയി. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് എത്തേണ്ട വീട്ടിൽ അവരെത്തുമ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. വീട്ടിലെത്തിയതും മനുവിൻ്റെ അമ്മ നിറഞ്ഞ പുഞ്ചിരിയോടെ നിലവിളക്ക് അവൾക്ക് നേരെ നീട്ടിയതും എന്തിനെന്നറിയാതെ അവളുടെ നോട്ടം നേരെ പോയത് അവൻ്റെ മുഖത്തേക്കാണ്. വാങ്ങിക്കോ എന്നവൻ കണ്ണുകൾ കൊണ്ട് കാണിച്ചതും അവളൊരു പുഞ്ചിരിയോടെ തന്നെ ആ വിളക്ക് കയ്യിൽ വാങ്ങി. പിന്നീട് മധുരം കൊടുക്കുന്ന ചടങ്ങായിരുന്നു. വീട്ടിനകത്തും പുറത്തും ഒരുപോലെ തിരക്കും ബഹളവും. അവൾക്കെന്തോ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. ഈ മുല്ലപ്പൂവും സ്വർണവുമെല്ലാം അഴിച്ചു വെച്ച് നന്നായൊന്ന് തലയിലൂടെ വെള്ളമൊഴിക്കണമെന്ന് അവൾക്ക് തോന്നി. അതുപോലെയുള്ളൊരു ചൂടും വീർപ്പുമുട്ടലുമായിരുന്നു അവൾക്ക്. സാരിക്കാണെങ്കിൽ ഒടുക്കത്തെ കനവും. അവൾക്കിതെല്ലാം ഒന്ന് ഇറക്കി വെക്കണമെന്ന് തോന്നി. അവളുടെ അസ്വസ്ഥത മനസ്സിലാക്കിയെന്നോണം അമ്മ അവളെയും കൊണ്ട് മുറിയിലേക്ക് ചെന്നു.
കൂടെ അവൻ്റെ 4-5 പെങ്ങൾമാരും ഉണ്ടായിരുന്നു. അവരെല്ലാം നന്നായി സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുമായി വീണ പെട്ടെന്ന് തന്നെ നല്ല കൂട്ടായി. "എന്നാ ചേച്ചി പോയി ഒന്ന് ഫ്രഷായി വന്നോ?" മുല്ലപ്പൂവും സ്വർണവുമെല്ലാം അഴിച്ച ശേഷം അവർ പറഞ്ഞതും അവൾ ബാത്റൂമിലേക്ക് കയറി. തലമുടി ഒന്നാകെ നെറുകയിൽ കെട്ടിവെച്ചു. തല നനയ്ക്കാതെ ഒന്ന് മേല് കഴുകിയതേ ഉള്ളൂ. അന്ന് വൈകുന്നേരം അവളുടെ വീട്ടിൽ നിന്നും വിരുന്ന് വരുന്നൊരു ചടങ്ങുണ്ട്. ആ സമയമാകുമ്പോഴേക്കും വീണയും മനുവും മാറ്റിയൊരുങ്ങിയിരുന്നു. അവളുടെ വീട്ടുകാരെ സ്വീകരിക്കാനായി മനുവും വീണയും വീട്ടിലേക്ക് കയറുന്നതിന് മുൻപിൽ തന്നെയുണ്ടായിരുന്നു. അമ്മയും അച്ഛനും ആദ്യം തന്നെ നോക്കിയത് അവളുടെ മുഖത്തേക്കായിരുന്നു. രാവിലെ കണ്ടതുപോലെ വീർപ്പിച്ചു വെക്കാത്ത മുഖം കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്കും അച്ഛനും പാതി ആശ്വാസമായിരുന്നു. "എടീ മോളെ, ഇവിടെ നല്ലോണം നിന്നേക്കണേ. നിനക്കറിയാലോ അവൻ ഒറ്റ മോനാണെന്ന്. അതുകൊണ്ട് അവൻ്റെ അമ്മയെ നീ സ്വന്തം പോലെ തന്നെ കണ്ട് സ്നേഹിച്ചോണം. അങ്ങോട്ട് കൊടുക്കുന്നതേ നമുക്ക് ഇങ്ങോട്ടും തിരിച്ചു കിട്ടൂ. കണ്ടിടത്തോളം അവരൊരു പാവം സ്ത്രീയാ. ഇനി അതല്ല, എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ മോളത് കണ്ടില്ലെന്ന് വെച്ചേക്കണം. ഉള്ളിൽ കളങ്കമില്ലാതെ മനസ്സ് നിറഞ്ഞ് സ്നേഹിച്ചാൽ മതി. എന്നാൽ തന്നെ പകുതി പ്രശ്നവും അങ്ങ് മാറിക്കോളും. എന്നുവെച്ച് മോൾക്ക് സഹിക്കാൻ പാടില്ലാത്ത എന്തുണ്ടേലും അമ്മയോടും അച്ഛനോടും പറയണം കേട്ടോ. കല്യാണം കഴിപ്പിച്ചെന്ന് കരുതി നീ എന്നും ഞങ്ങൾക്ക് കുഞ്ഞു തന്നെയാ. എന്തിനും ഞങ്ങൾ നിന്റെ കൂടെയുണ്ട് കേട്ടോ." അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു. അമ്മ പറയുന്നത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഇതാണ് കല്യാണം കഴിച്ചു പോകുന്ന ഒരു പെൺകുട്ടിയോട് അവളുടെ അമ്മ പറയേണ്ടത്. ഇങ്ങനെ വേണം പറഞ്ഞു കൊടുക്കാനെന്ന് അവൾക്ക് തോന്നി. ഭർത്താവിനെയും അവൻ്റെ വീട്ടുകാരെയും സ്നേഹിക്കണം. അല്ലാതെ കുശുമ്പും ദുഷ്ടത്തരവുമല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ കല്യാണം കഴിച്ചെന്നു കരുതി മകളുടെ എല്ലാ ഉത്തരവാദിത്തവും അവസാനിച്ചെന്നല്ല. എന്തിനും ഏതിനും അച്ഛനും അമ്മയും കൂടെയുണ്ടെന്നൊരു ധൈര്യം കൂടി ഒരു പെൺകുട്ടിക്ക് കൊടുക്കേണ്ടതുണ്ട്. അതാണ് ആ അമ്മ ചെയ്തത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ചെറിയൊരു സമയം കിട്ടിയപ്പോൾ പോലും അമ്മ മകളെ ഉപദേശിക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി. അവനെ, ആ അമലിനെ എൻ്റെ മോളിനി ഓർക്കല്ലേ കേട്ടോ. ഇതാ ഇനി നിന്റെ ജീവിതം. അതിനിടയിൽ അവനിനി എൻ്റെ മോൾക്ക് വേണ്ട. മനുവിനെ സ്നേഹിച്ച് അവൻ്റെ അമ്മയ്ക്ക് നല്ല മോളായി സന്തോഷമായി ജീവിക്ക് കേട്ടോ. അവരവളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞതും അവൾ അവരെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. അവരൊരു പുഞ്ചിരിയോടെ മകളെയും ചേർത്തു പിടിച്ചു. "മതി, വാ പോകാം. അവിടെ എല്ലാവരും അന്വേഷിക്കും. അമ്മ പറഞ്ഞത് മോള് മറക്കണ്ട കേട്ടോ." മുറിയുടെ വാതിൽ തുറക്കുന്നതിനു മുൻപേ അവരൊന്നുകൂടി പറഞ്ഞതും അവൾ അതേ എന്ന പോലെ തലയാട്ടി. അവളുടെ ബന്ധുക്കൾ അപ്പോഴും മനുവിൻ്റെ വീട് ചുറ്റിക്കാണുന്ന തിരക്കിലായിരുന്നു. വീടിൻ്റെ ഓരോ മൂലയിൽ പോലും വന്നതിലധികം പേരുടെയും കണ്ണുകൾ എത്തിയെന്നതാണ് സത്യം. വീട്ടിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെയില്ല എന്നതിൻ്റെ കണക്കെടുക്കുന്നവർ വേറെയും. അങ്ങനെ കുറച്ചു നേരം കൂടി കഴിഞ്ഞതും അവർക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. അവളും അമ്മയും മുറ്റത്തേക്ക് വരുമ്പോൾ മനുവും അച്ഛനും ഒരു ഭാഗത്തു നിന്ന് സംസാരിക്കുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ പരസ്പരം കൈകൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതു കണ്ടതും അവൾ നേരെ നോക്കിയത് അച്ഛൻ്റെ മുഖത്തേക്കാണ്. അവിടം നിറഞ്ഞ സന്തോഷമാണ്. മനുവിനെ നോക്കുമ്പോൾ അവൻ്റെ മുഖത്തും നിറഞ്ഞ പുഞ്ചിരിയാണ്. അവളുടെ ചുണ്ടിലും ചെറുതല്ലാത്തൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അങ്ങനെ യാത്ര പറച്ചിലുകൾക്ക് ശേഷം അവരവൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി. തിരിച്ചു വരുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ആശ്വാസം അവളുടെ അമ്മയ്ക്കും അച്ഛനും തോന്നി. അതിനുശേഷം അവൻ്റെ വീട്ടിൽ റിസപ്ഷൻ ഉണ്ടായിരുന്നു. ഏകദേശം 10 മണിയോടടുത്ത സമയത്താണ് അവളൊന്ന് ഫ്രീ ആയത്. അതിനിടയ്ക്ക് ഒരു 100 പ്രാവശ്യമെങ്കിലും തനിക്കെന്തെങ്കിലും വയ്യായ്മയുണ്ടോ, ക്ഷീണം തോന്നുന്നുണ്ടോ, കുടിക്കാൻ എന്തെങ്കിലും വേണോ, കഴിക്കാൻ എന്തെങ്കിലും വേണോ തുടങ്ങിയ ചോദ്യങ്ങളാൽ മനു അവളെ പരിഗണിച്ചുകൊണ്ടേയിരുന്നു. ഇതിപ്പോൾ കഴിയുമെന്ന് പറഞ്ഞ് അവൻ കണ്ണുകൾ ഇറുക്കെ ചിമ്മി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും അവൻ്റെ വശ്യമായ പുഞ്ചിരിയിലേക്ക് അവൾ നോക്കി മതിമറന്നുപോയി എന്നതാണ് സത്യം. രാത്രിയിൽ അമ്മ കൊടുത്ത പാൽഗ്ലാസും കൊണ്ട് അവൾ മുറിയിലേക്ക് വരുമ്പോൾ അവൻ ജനലിനോരം നിൽക്കുന്നുണ്ട്. പുറത്തേക്ക് നോക്കി എന്തോ ചിന്തയിൽ എന്ന പോലെയാണ് അവൻ്റെ നിൽപ്പ്. പുറകിൽ കാലനക്കം അറിഞ്ഞതും അവനൊന്ന് തിരിഞ്ഞു നോക്കി. സെറ്റുസാരിയാണ് വേഷം. കയ്യിൽ പാൽഗ്ലാസും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അവളെ കണ്ടതും അവനൊന്ന് പതിയെ പുഞ്ചിരിച്ചു. "പാല്," അവൾ പതിയെ പറഞ്ഞു. "അതവിടെ വെച്ചേക്ക്." അവളുടെ ചോദ്യത്തിന് ഉത്തരമെന്ന പോലെ അവൻ പറഞ്ഞു. അവളൊന്ന് തലയാട്ടിക്കൊണ്ട് ഡ്രസ്സിംഗ് ടേബിളിനു മുകളിൽ പാൽഗ്ലാസ് വെച്ചു. "ആ വാതിലുകൂടി ഒന്ന് അടച്ചേക്ക്." പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് അവൻ അത് പറഞ്ഞത്. അവൾ വേഗം ചെന്ന് വാതിലടച്ചു. അവനൊരു പുതിയ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളുമായാണ് നിൽക്കുന്നത്. പക്ഷേ തൻ്റെ ഉള്ളിലുള്ളത് തുറന്നു പറയാതെ മനസ്സറിഞ്ഞുകൊണ്ട് തനിക്ക് അവൻ്റെ കൂടെ ഒരു ജീവിതം സാധ്യമല്ലെന്ന് ഉള്ളിൽ നിന്നാരോ പറയുന്നു.
പക്ഷേ പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നും അറിയില്ല. ഒരുപക്ഷേ തൻ്റെ ജീവിതം തന്നെ തകർന്നു പോയേക്കാം. അവൻ്റെ ഉള്ളിൽ തന്നോടുള്ളൊരു കരടായി ചിലപ്പോൾ ഇത് മാറിയേക്കാം. ഇന്ന് സന്തോഷത്തോടെ ഇവിടെ നിന്ന് പോയ തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും സന്തോഷം ഇന്നത്തോടു കൂടി ഇല്ലാതായി പോകാം. അതല്ലെങ്കിൽ എല്ലാം അറിഞ്ഞുകൊണ്ട്, എല്ലാം മറക്കാൻ പറഞ്ഞുകൊണ്ട് മനുവേട്ടൻ തന്നെ സ്വീകരിച്ചേക്കാം. താൻ ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ വല്ലാത്തൊരു മണ്ടത്തരമായി പോയേക്കാം. എന്താണെങ്കിലും അവനോട് പറയാതെ വയ്യ. ഈ കല്യാണത്തിന് ഒരുപാട് താൻ എതിർത്തിരുന്നതാണ്. അമലേട്ടൻ്റെ സ്വഭാവം അമ്മയ്ക്കും അച്ഛനും മനസ്സിലായിട്ടാണോ എന്തോ നിശ്ചയം പോലുമില്ലാതെ അവരീ കല്യാണത്തിന് മുൻകൈയെടുത്തത്. എല്ലാം മനുവിനോട് തുറന്നു പറയണമെന്നുണ്ടായിരുന്നെങ്കിലും അതിനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കൈവിട്ടു പോകുമെന്നും സ്നേഹിച്ചവൻ കൂടെയില്ലാതെ ശ്വാസമെടുക്കാൻ പോലും പറ്റില്ലെന്നും ഉറപ്പായപ്പോഴാണ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പോലും തീരുമാനിച്ചത്. അതും കല്യാണത്തിന് ഒത്തിരി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ. കല്യാണത്തിൻ്റെ തലേന്ന് പോയി എല്ലാവരെയും ഒരുപോലെ നാണം കെടുത്താൻ തോന്നിയില്ല. പക്ഷേ അന്ന് ആ ദിവസം അങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അത്രയും ജീവനായിരുന്നു, അതിനേക്കാളേറെ വിശ്വാസമായിരുന്നു അമലേട്ടനെ. എന്നാലിപ്പോൾ അവനെ ഓർക്കുന്നത് പോലും തനിക്കിഷ്ടമല്ല. എങ്കിലും മനസ്സറിഞ്ഞ് വെറുക്കാനും പറ്റുന്നില്ല അവനെ. തൻ്റെ ജീവിതത്തിൽ ഇനി അവനില്ലെന്നേ ഉള്ളൂ. എവിടെയായിരുന്നാലും ആരുടെ കൂടെയായിരുന്നാലും സന്തോഷത്തോടെയായിരിക്കട്ടെ. മനുവിനോട് എങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്ന് അറിയാതെ അവളൊന്ന് നെടുവീർപ്പിട്ടു. അവനെ നോക്കുമ്പോൾ അവൻ വീണ്ടും പുറത്തേക്ക് നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവൾ പതിയെ അവനരികിലേക്ക് ചെന്നു. കുറച്ചു സമയം അവനരികിലായി പുറത്തേക്ക് നോക്കി അവളും നിന്നു. മനുവേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അല്പസമയത്തിനു ശേഷം അവിടെ നിറഞ്ഞു നിന്നിരുന്ന മൗനത്തെ മുറിച്ചു മാറ്റിക്കൊണ്ട് വീണയാണ് പറഞ്ഞു തുടങ്ങിയത്. അവൾ പറഞ്ഞു തുടങ്ങിയതും അവനൊന്ന് അവളെ നോക്കി. അപ്പോഴും അവൻ്റെ ചുണ്ടിലൊരു നേർത്ത പുഞ്ചിരി പറ്റിപ്പിടിച്ചു നിൽപ്പുണ്ടായിരുന്നു. അവൾ ആ പുഞ്ചിരിയിലേക്ക് തന്നെ ഒരു നിമിഷം നോക്കി നിന്നുപോയി. അവളുടെ നോട്ടം കണ്ടപ്പോൾ മനുവിന് ചിരിയാണ് വന്നത്. ആ ചിരിയെ അവൻ സമർത്ഥമായി മറച്ചു പിടിച്ചു. ഹലോ, എവിടെയാണ്? ഇവിടെയൊന്നുമല്ലേ? എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവൾക്ക് മുൻപിലൊന്ന് കൈവീശിക്കൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് താൻ ഇത്ര നേരം അവനെ നോക്കി നിൽക്കുകയായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായത്. അവളുടെ നെഞ്ചുരുകുകയായിരുന്നപ്പോൾ അവൾക്ക് വല്ലാത്ത മനപ്രയാസം തോന്നി. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, അവൾ വീണ്ടും പറഞ്ഞു. അത് നേരത്തെ പറഞ്ഞല്ലോ. എന്താ കാര്യം? താൻ പറ. അവൻ അവളെ കുറുമ്പോടെ നോക്കി. അവൾക്ക് എങ്ങനെ പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പറഞ്ഞേ പറ്റൂ. പറയാതിരിക്കും തോറും മനസ്സിനുള്ളിൽ എന്തോ ഒരു കള്ളം ഒളിപ്പിക്കുന്ന പോലെ. ഇനിയും ഈ ശ്വാസമുട്ടൽ ഇങ്ങനെ സഹിക്കാൻ വയ്യ. ഞാൻ പറയുമ്പോൾ മനുവേട്ടൻ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പറയാതിരിക്കാനും വയ്യ. മനുവേട്ടൻ എല്ലാം അറിയണം. അവൾ മെല്ലെ പറഞ്ഞുകൊണ്ട് അവനെ ഒന്ന് മുഖമുയർത്തി നോക്കി. തന്നെ നോക്കിയാണ് അവൻ നിൽക്കുന്നത്. അവൻ്റെ മുഖത്ത് നേരത്തെ കണ്ട ആരെയും അയക്കുന്ന ആ പുഞ്ചിരി ഇപ്പോൾ ആ ചുണ്ടിലില്ല. അവൾക്കൊരു വല്ലായ്മ തോന്നി. അവൻ അപ്പോഴും അവളെ തന്നെ നോക്കിയാണ് നിൽക്കുന്നത്. അവളുടെ ചുണ്ടിലും നെറ്റിത്തടത്തിലും വിയർപ്പ് പൊടിഞ്ഞു തുടങ്ങിയിരുന്നു. എടോ, താൻ എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നേ? തൻ്റെ മട്ടും ഭാവവും കാണുമ്പോൾ എനിക്ക് പേടിയാ തോന്നുന്നേ. ഈ യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണുന്നത് പോലെ ആദ്യരാത്രി തന്നെ തനിക്കിനി വേറെ ഒരാളെ ഇഷ്ടമുണ്ടെന്നും അയാളുടെ കൂടെ പോകാൻ പോവുകയാണെന്നൊന്നും പറഞ്ഞേക്കല്ലേ. മനു പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതും അവൾ ആകെ ഒന്ന് ഞെട്ടി. ആ ഞെട്ടൽ വ്യക്തമായി തന്നെ മനു കാണുകയും ചെയ്തു. എന്താടോ, തനിക്കിനി അങ്ങനെ എന്തെങ്കിലും? അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. കുറച്ചു സമയം അവൾ എന്തു പറയണമെന്ന് അറിയാതെ പുറത്തേക്ക് തന്നെ നോക്കി നിന്നു. ഞാൻ പറയുന്നത് മനുവേട്ടൻ മുഴുവനായും കേൾക്കണം. എന്നിട്ട് മനുവേട്ടന് എന്തു വേണമെങ്കിലും തീരുമാനിക്കാം. പതിഞ്ഞ സ്വരത്തിലാണ് അവൾ അത് അവനോട് പറഞ്ഞത്. താൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്താണെങ്കിലും താൻ തുറന്നു പറഞ്ഞോ. അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി. പിന്നെ അവൻ്റെ മുഖത്തു നിന്നും നോട്ടം മാറ്റി വീണ്ടും പുറത്തേക്ക് തന്നെ നോക്കി നിന്നു. എനിക്ക് വേണമെങ്കിൽ മനുവേട്ടനോട് ഇത് പറയാതെ നിൽക്കാം. പക്ഷേ എന്തോ മനസ്സ് ഒട്ടും സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. മറ്റാരെങ്കിലും പറഞ്ഞ് ഒരിക്കൽ മനുവേട്ടൻ അറിയുന്നതിലും നല്ലത് ഞാൻ തന്നെ പറയുന്നതാണെന്ന് എനിക്ക് തോന്നി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ലെങ്കിലും അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെയാണ്. എനിക്കൊരിഷ്ടമുണ്ടായിരുന്നു. ഉണ്ട് എന്നല്ല, ഉണ്ടായിരുന്നു. അമൽ, അതായിരുന്നു അവൻ്റെ പേര്. ഏകദേശം ഞങ്ങൾ തമ്മിൽ 6 വർഷത്തെ പരിചയം കാണും. ഞാൻ +2 പഠിക്കുമ്പോഴാണ് ആളെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഗ്രൗണ്ട് കണ്ടില്ലേ? ആ ഗ്രൗണ്ടിന് അരികെ ഒരു കലുങ്കുണ്ട്.
വൈകുന്നേരം നാട്ടിലെ ഒട്ടുമിക്ക ആൺകുട്ടികളും അവിടെ ഉണ്ടാകും. ഞാനും എൻ്റെ കൂട്ടുകാരി പ്രിയയും ഒന്നിച്ചായിരുന്നു എന്നും ക്ലാസ്സിലേക്ക് പോകുന്നതും വരുന്നതും. ഒരു ദിവസം അവളാണ് എന്നോട് പറഞ്ഞത്, ആ ഇരിക്കുന്ന ചേട്ടന് നിന്റെ മേലെ എന്തോ ഒരിഷ്ടമുണ്ടെന്ന്. കുറച്ചു ദിവസമായി എന്നെ തന്നെ നോക്കിയിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. ആദ്യം കേട്ടപ്പോൾ എനിക്ക് പേടിയാണ് തോന്നിയത്. അങ്ങനെയൊന്നുമില്ല, നിനക്ക് തോന്നിയതായിരിക്കുമെന്ന് ഞാൻ അവളോട് പറഞ്ഞു. പക്ഷേ പിറ്റേന്ന് ക്ലാസ് കഴിഞ്ഞു വരുമ്പോൾ അവൾ എന്നോട് ആളെയൊന്ന് നോക്കാൻ പറഞ്ഞു. പേടിച്ച് പേടിച്ച് ഞാൻ ഒന്ന് തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് എന്നെ തന്നെ നോക്കിയിരിക്കുന്ന അമലേട്ടനെയാണ്. ആ നോട്ടത്തിന് എന്തോ ഒരു ശക്തി ഉണ്ടായിരുന്നു, അതെൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് പോലെ. ആ നോട്ടത്തിനു മുൻപിൽ ഞാൻ തളർന്നു പോകുന്നത് പോലെ തോന്നിയതും ഞാൻ അവളുടെ കൈ പിടിച്ച് വേഗത്തിൽ മുൻപോട്ട് നടന്നു. കുറച്ച് മുൻപോട്ട് എത്തിയപ്പോൾ ഞാൻ വെറുതെ വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴും അമലേട്ടൻ എന്നെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. എന്തിനെന്നറിയാതെ എൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു പേടി തോന്നി. വീട്ടിലെത്തുമ്പോഴേക്കും ഞാൻ ആകെ പേടിച്ച് വിറച്ചു പോയിരുന്നു. അച്ഛനും അമ്മയും ഒന്നും അറിയാതെ മറ്റൊരാളെ സ്നേഹിക്കുക, പ്രേമിക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് വല്ലാത്ത പേടി തോന്നുന്ന കാര്യങ്ങളായിരുന്നു. പിന്നീട് കുറേ ദിവസം ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയതേയില്ല. അപ്പോഴും പ്രിയ പറയുമായിരുന്നു, അമലേട്ടൻ എന്നെ തന്നെ നോക്കിയിരിക്കുകയാണെന്ന്. ദിവസങ്ങൾ പതിയെ കടന്നുപോയി. പിന്നീട് എപ്പോഴോ ഞാനും അമലേട്ടനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പരസ്പരം ഒന്നും സംസാരിക്കില്ലെങ്കിലും ഞങ്ങളുടെ നോട്ടങ്ങൾ തമ്മിൽ എപ്പോഴും ഇടയാറുണ്ടായിരുന്നു. നാട്ടിലെ പല പരിപാടികൾക്കും വെച്ച് പരസ്പരം കണ്ടുമുട്ടി. പക്ഷേ എൻ്റെ അരികിലേക്ക് സംസാരിക്കാനൊന്നും വരില്ലായിരുന്നു. എവിടെ വെച്ച് എന്നെ കണ്ടാലും ദൂരെ നിന്ന് ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കും. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് അമലേട്ടൻ വന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഞാനാകെ അന്ന് വല്ലാതെ ആയിപ്പോയി. ആളെ എപ്പോഴോ ഞാനും ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നെങ്കിലും ആളോട് ഇഷ്ടമാണ് എന്നൊന്നും തിരിച്ചു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. എനിക്കിഷ്ടമില്ല എന്ന് തന്നെ തീർത്തു പറഞ്ഞു. പക്ഷേ അപ്പോഴും എൻ്റെ ഉള്ളിൽ എവിടെയോ അമലേട്ടനോട് ഒരു ചെറിയ ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. പക്ഷേ അതൊന്നും തുറന്നു പറയാൻ മാത്രമുള്ള ധൈര്യം അന്നെനിക്ക് ഇല്ലായിരുന്നു. എൻ്റെ കൂടെ പഠിക്കുന്ന പലർക്കും ഒന്നിൽ കൂടുതൽ റിലേഷൻസ് ഉണ്ടായിരുന്നു. അവർ അവരുടെ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. വീണ്ടും ദിവസങ്ങൾ മുൻപോട്ട് കടന്നുപോയി. അന്ന് നാട്ടിലെ സാധാരണ പണികൾക്കൊക്കെയായിരുന്നു അമലേട്ടൻ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ +2 കഴിഞ്ഞ് കോളേജിൽ ചേർന്ന സമയത്ത് എനിക്ക് കോളേജിൽ നിന്ന് തന്നെ 2-3 പ്രപ്പോസൽസ് വന്നിരുന്നു. അപ്പോഴൊക്കെ ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഉള്ളിലേക്ക് ഓടി വന്ന മുഖം അമലേട്ടൻ്റേതായിരുന്നു. ക്ലാസ് കഴിഞ്ഞു വരുന്ന വൈകുന്നേരം സമയങ്ങളിൽ ജോലിയെല്ലാം എങ്ങനെയൊക്കെയോ തീർത്ത് അമലേട്ടൻ ആ കലുങ്കിൽ സ്ഥാനം പിടിക്കുമായിരുന്നു, എന്നെയൊന്ന് കാണാൻ വേണ്ടി മാത്രം. ഞാനും പ്രിയയും മാത്രമുള്ള, അധികം ആളുകളൊന്നും റോഡിലില്ലാത്ത ദിവസങ്ങളിൽ അമലേട്ടൻ വന്ന് വീണ്ടും എന്നോട് ഇഷ്ടമാണെന്ന് പറയുമായിരുന്നു. അപ്പോഴും എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് പറയുവാൻ നോ എന്നൊരു ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഏകദേശം ഒരു 2 വർഷം ആകാനായ സമയത്താണ് അത് സംഭവിക്കുന്നത്. അന്ന് വൈകുന്നേരം കൂടി എന്നോട് ഇഷ്ടമാണെന്നും എത്ര നാളായി പിന്നാലെ നടക്കുന്നു, ഇനിയെങ്കിലും ഒന്ന് സമ്മതിച്ചുകൂടെ എന്നെല്ലാം പറഞ്ഞു എൻ്റെ പിറകെ വന്നതാണ്. അപ്പോഴും ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അമലേട്ടൻ്റെ സ്നേഹത്തെയും എൻ്റെ ഉള്ളിൽ അമലേട്ടനോട് തോന്നിയ ആ ഒരു സ്നേഹത്തെയും ഞാൻ എന്തിനെന്നറിയാതെ എൻ്റെ ഉള്ളിൽ തന്നെ മൂടിവെക്കാൻ ശ്രമിച്ചു. പക്ഷേ അന്ന് രാത്രി അത്താഴത്തിന് ഇരിക്കുമ്പോഴാണ് അച്ഛൻ അത് പറഞ്ഞത്. വടക്കേ വീട്ടിലെ രാഘവൻ്റെ മകൻ അമലിന് ആക്സിഡൻ്റായി ഹോസ്പിറ്റലിലാണെന്ന്. കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിപ്പോയതുപോലെ ഞാൻ വെട്ടിവിറച്ചുപോയി. ശരിക്കും ഹൃദയം നിലച്ചു പോകുന്നത് പോലെ തോന്നിയിരുന്നു എനിക്കപ്പോൾ. കണ്ണുകൾ നിറഞ്ഞു തൂകുമെന്ന് തോന്നിയതും ഞാൻ ഭക്ഷണത്തിലേക്ക് തന്നെ തലയും കുനിച്ചിരുന്നു. അപ്പോഴും അമ്മയും അച്ഛനും അമലിനെ പറ്റി ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. രക്ഷപ്പെടുമോ എന്നൊന്നും അറിയില്ല, കിട്ടിയാൽ കിട്ടി. കണ്ടുനിന്നവരെല്ലാം പറഞ്ഞത് അപ്പോൾ തന്നെ തീർന്നെന്നാ കരുതിയത്. അമ്മ അതിരി ഇടിയ ബസ് വന്ന് ഇടിച്ചത് എന്നൊക്കെ. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നില്ലാതെ കിടക്കുകയാണ്. എന്തെങ്കിലും സംഭവിച്ച് ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി എന്നൊക്കെ പറയുന്നത് ഞാൻ മരവിച്ച മനസ്സോടെയാണ് കേട്ടിരുന്നത്. ചെവിയിൽ ആരോ ഈയമുരുക്കി ഒഴിച്ചതുപോലെ തോന്നിയിരുന്നു എനിക്കപ്പോൾ. തല ചുറ്റുന്നത് പോലെ, ശരീരം ഒന്നാകെ വെട്ടിവിയർക്കുന്നത് പോലെയൊക്കെ എനിക്കപ്പോൾ തോന്നി. എൻ്റെ പിന്നാലെ നടക്കുന്ന, എന്നെ ഇഷ്ടമാണെന്ന് പറയുന്ന, എപ്പോഴും കുറുമ്പോടെ എന്നെ നോക്കുന്ന ആ മുഖമാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. ഞാനൊരു നിലയില്ലാ കയത്തിലേക്ക് വീഴുകയാണെന്ന് വരെ തോന്നിപ്പോയിരുന്നു എനിക്കപ്പോൾ. ഭക്ഷണം മതിയാക്കി എഴുന്നേൽക്കുമ്പോൾ മുറിയിലെത്തി എനിക്കൊന്ന് ഉറക്കെ കരയണമെന്ന് തോന്നി. അന്ന് ഞാൻ ഒരുപാട് പൊട്ടിക്കരഞ്ഞു. ശരിക്കും അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അമലേട്ടനെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്.
ഒന്നും സംഭവിക്കല്ലേ ഈശ്വര എന്ന് ഞാൻ എനിക്കറിയാവുന്ന എല്ലാ ദൈവങ്ങളോടും കരഞ്ഞു പ്രാർത്ഥിച്ചു. ഒരിക്കൽ കൂടി അമലേട്ടൻ എൻ്റെ മുമ്പിൽ വന്നു നിന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് കേൾക്കുവാൻ ഞാൻ അത്രമേൽ ആഗ്രഹിച്ചു പോയിരുന്നു അപ്പോൾ. പിന്നീട് വല്ലാത്തൊരു മരവിപ്പായിരുന്നു എനിക്ക്. ആരോ ചാവി കൊടുത്ത കളിപ്പാട്ടത്തെ പോലെ ക്ലാസ്സിൽ പോകും വരും. എല്ലാത്തിനോടും എനിക്ക് വെറുപ്പ് തോന്നി. ഒന്നിനും ഉഷാറില്ലാത്തതുപോലെ. ക്ലാസ് കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ ആ കലുങ്കിലേക്ക് ഞാൻ അറിയാതെ തന്നെ നോക്കിപ്പോകും. അപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു വരും. ഹൃദയം പൊട്ടുന്ന വേദന തോന്നിയിരുന്നു എനിക്കപ്പോൾ. കലുങ്കിൽ ആരെങ്കിലുമൊക്കെ എപ്പോഴും ഇരിക്കുമായിരുന്നു. പക്ഷേ അമലേട്ടൻ ഇരിക്കുന്ന സ്ഥാനത്ത് അമലേട്ടനെ കാണുന്നില്ല. എന്നെ കുറുമ്പോടെ നോക്കുന്ന ആ നോട്ടം കാണാതെ എനിക്ക് വീട്ടിലേക്ക് പോകുവാനേ തോന്നിയില്ല. എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നിയിരുന്നു അപ്പോൾ. അമലേട്ടന് കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. പക്ഷേ അതിൽ രാഹുലേട്ടനോടായിരുന്നു അമലേട്ടന് ഏറ്റവും ഇഷ്ടം. അമലേട്ടൻ എൻ്റെ പിന്നാലെ നടക്കുന്ന കാര്യം രാഹുലേട്ടന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. രാഹുലേട്ടനോട് ഞാൻ എന്നും ചോദിക്കുമായിരുന്നു, ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന്. ഒരു മാറ്റവുമില്ല, ബോധം തെളിഞ്ഞിട്ടില്ല എന്ന മറുപടിയായിരുന്നു എന്നും പറയാനുണ്ടായിരുന്നത്. നിന്നെ അവന് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നും പറഞ്ഞ് അന്ന് രാഹുലേട്ടൻ കരഞ്ഞപ്പോൾ ഞാൻ ശരിക്കും വല്ലാതെയായിപ്പോയിരുന്നു. ഞാനും ഒന്ന് അറിയാതെ കരഞ്ഞുപോയി. പിന്നെയും 4-5 ദിവസം വീണ്ടും മുൻപോട്ട് പോയി. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴാണ് രാഹുലേട്ടൻ കലുങ്കിലിരിക്കുന്നത് കണ്ടത്. എന്നെ കണ്ടതും വേഗം എൻ്റെ അരികിലേക്ക് വന്നു. അന്ന് രാഹുലേട്ടനിൽ നിന്നും കേട്ട വാക്കുകൾ എനിക്ക് അത്രമേൽ ആശ്വാസം പകരുന്നവയായിരുന്നു. അമലേട്ടന് ബോധം തെളിഞ്ഞിട്ടുണ്ട്, റൂമിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞ് കേട്ടപ്പോഴാണ് എനിക്ക് ശ്വാസം ഒന്ന് നേരെ വീണത്. എനിക്ക് അമലേട്ടനെ ഒന്ന് കാണുവാൻ തോന്നി. എന്തു വന്നാലും വേണ്ടിയില്ല, അമലേട്ടനെ കണ്ടേ മതിയാകൂ എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനും പ്രിയയും കോളേജിലും ഒന്നിച്ചായിരുന്നു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് കട്ട് ചെയ്തുകൊണ്ട് ഞാനും പ്രിയയും ഒരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി. അവിടെ എത്തുമ്പോൾ രാഹുലേട്ടനും അമലേട്ടൻ്റെ അമ്മയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അമലേട്ടന് അച്ഛനില്ലായിരുന്നു. അമലേട്ടൻ ആകെ ഒരു മകനെ അവർക്കുള്ളൂ. അച്ഛൻ മരിച്ചതിൽ പിന്നെ അമ്മയെ അത്രയും കഷ്ടപ്പെട്ടാണ് അമലേട്ടൻ നോക്കിയത്. എല്ലാ ജോലിക്കും പോകുമായിരുന്നു. അമലേട്ടൻ അത്രയ്ക്കും പാവമായിരുന്നു. അമലേട്ടനെ ഒന്ന് കണ്ടാൽ മതിയെന്ന ആഗ്രഹത്തോടെയാണ് ഹോസ്പിറ്റലിലേക്ക് ചെന്നത്. റൂമിലേക്ക് ചെന്നതും കണ്ടു കയ്യിലും കാലിലും തലയിലുമെല്ലാം വെച്ചുകെട്ടലുകളുമായി കിടക്കുന്ന അമലേട്ടനെ. മുഖമാകെ നീര് വന്നു വീർത്തിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്ന അമലേട്ടനെയല്ല അതെന്ന് എനിക്ക് തോന്നിപ്പോയി. അമലേട്ടൻ്റെ അരികിലേക്ക് ഓടിച്ചെല്ലണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ അമ്മ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ വേദനയെല്ലാം ഉള്ളിൽ അടക്കി പിടിച്ചു നിന്നു. ഞങ്ങളൊരു നാട്ടുകാരായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ എന്താ വന്നത് എന്ന സംശയം അമ്മയുടെ മുഖത്തുണ്ടായിരുന്നു. കൂടെ പഠിക്കുന്ന ഫ്രണ്ട് ഇവിടെ അഡ്മിറ്റാണ്, അവനെ കാണാൻ വന്നതാണെന്നും അപ്പോൾ അമലേട്ടനെ കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതിയെന്നും കള്ളം പറഞ്ഞപ്പോൾ മക്കളിരിക്കി, ഞാൻ ഈ മരുന്ന് വാങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് അമ്മ പുറത്തേക്ക് പോയി. അപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. കണ്ണടച്ചു കിടക്കുന്ന അമലേട്ടനെ രാഹുലേട്ടനാണ് വിളിച്ചുണർത്തിയത്. കണ്ണ് തുറന്നതും എന്നെ കണ്ടപ്പോൾ ആദ്യം ആ മുഖത്തൊരു ഞെട്ടലാണുണ്ടായത്. പിന്നീട് പതിയെ ആ വേദനയിലും അമലേട്ടൻ്റെ കണ്ണുകൾ വിടരുന്നത് ഞാൻ കണ്ടു. എനിക്ക് വല്ലാത്ത വേദന തോന്നി. ഞാൻ പതിയെ ആൾക്ക് അരികിൽ ചെന്നിരുന്നതും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അപ്പോഴേക്കും രാഹുലേട്ടൻ പ്രിയയെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. എന്തിനാ കരയുന്നത്? ജസ്റ്റ് മിസ്സായിപ്പോയി. അല്ലെങ്കിൽ എൻ്റെ ശല്യം അങ്ങ് തീർന്നു കിട്ടിയേനെ അല്ലേ? അമലേട്ടൻ എന്നോട് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അറിയാതെ തന്നെ ആ വാ പൊത്തിപ്പിടിച്ചു പോയിരുന്നു. എനിക്കെന്ത് പറയണമെന്നോ ചെയ്യണമെന്നോ അറിയില്ലായിരുന്നു ആ സമയം. ഞാൻ ആ നെറ്റിത്തടത്തിൽ പതിയെ ചുണ്ട് ചേർത്തു. എനിക്കപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. പിന്നെ മറുത്തൊന്നും പറയാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോരുമ്പോൾ അപ്പോൾ എന്നെ ഇഷ്ടമാണോ എന്നൊരു ചോദ്യം പുറകിൽ നിന്നും കേട്ടിരുന്നു. ഇനിയും ആ ഇഷ്ടത്തെ കണ്ടില്ലെന്ന് വെക്കാൻ എനിക്കായില്ല. ഞാൻ അതിന് പുഞ്ചിരിയോടെ തലയാട്ടുമ്പോൾ ആ കണ്ണുകൾ സന്തോഷത്താൽ വിടരുന്നതും ആ ചുണ്ടിൽ പുഞ്ചിരി പറ്റിപ്പിടിക്കുന്നതും ഞാൻ കണ്ടു. അന്ന് അവിടെ നിന്ന് തുടങ്ങുകയായിരുന്നു ഞങ്ങളുടെ പ്രണയകാലം. പിന്നീട് 4 വർഷം ഞങ്ങൾ പ്രണയിച്ചു, ആരും അറിയാതെ, ആരെയും അറിയിക്കാതെ. അപ്പോഴേക്കും അമലേട്ടന് നാട്ടിൽ തന്നെ നല്ലൊരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായി ജോലി കിട്ടിയിരുന്നു. എല്ലാം കൊണ്ടും ഞങ്ങൾ സന്തോഷിച്ച കാലമായിരുന്നു അത്. ആ ജോലി തിരക്കിനിടയിലും എല്ലാ ദിവസവും ഞങ്ങൾ തമ്മിൽ കാണും. ഒരു 5 മിനിറ്റ് നേരമെങ്കിലും സംസാരിക്കും. ഇടയ്ക്ക് കൈകൾ കോർത്ത് പിടിച്ച് നടക്കും. അന്ന് ആ ഹോസ്പിറ്റലിൽ വെച്ച് അമലേട്ടൻ്റെ നെറ്റിയിൽ ചുംബിച്ചതായിരുന്നു ആദ്യമായും അവസാനമായും അമലേട്ടന് ഞാൻ കൊടുത്ത ചുംബനം. അമലേട്ടൻ തിരിച്ച് എന്നെ ഒരിക്കൽ പോലും ചുംബിച്ചിട്ടില്ല. അത്രയും പരിശുദ്ധമായിരുന്നു ഞങ്ങളുടെ പ്രണയം. മനസ്സുകൊണ്ട് മാത്രം പ്രണയിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയിരുന്നു ഞങ്ങൾ.
കൈകൾ കോർത്ത് പിടിച്ചു നടക്കുന്നതല്ലാതെ എന്നെ ഒന്ന് തൊട്ടുപോലും അമലേട്ടൻ ചീത്തയാക്കിയിട്ടില്ല. അതുതന്നെയായിരുന്നു ഞാൻ അമലേട്ടനിൽ കണ്ട ഏറ്റവും വലിയ മേന്മയും. അത്ര കണ്ട് അമലേട്ടൻ എന്നെ സ്നേഹിച്ചിരുന്നു. പറഞ്ഞു വന്നതും അവളിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നു. അവൻ എന്തു പറയണമെന്നറിയാതെ അവളെ തന്നെ ഒരു നിമിഷം നോക്കി നിന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാനായിരുന്നു സ്നേഹിച്ചത്, ഞാൻ മാത്രം. അമലേട്ടന് എല്ലാം ഒരു തമാശയായിരുന്നു. എന്നേക്കാളും നല്ലൊരുത്തിയെ കണ്ടപ്പോൾ, എന്നേക്കാളും സമ്പത്തുള്ളവളെ കണ്ടപ്പോൾ അമലേട്ടൻ എല്ലാം മറന്നു. അമലേട്ടന് അവളെ മതിയെന്ന് പറഞ്ഞു, എന്നെ വേണ്ടെന്ന് പറഞ്ഞു, എന്നെ ചതിച്ചു. എൻ്റെ ഇഷ്ടവും സ്നേഹവും എൻ്റെ മനസ്സും ഒന്നും അമലേട്ടൻ കണ്ടില്ല. എല്ലാത്തിനേക്കാളേറെ അമലേട്ടനെ സ്നേഹിച്ച ഞാനൊരു വിഡ്ഢിയായി. അവൾ മുഖം പൊത്തിക്കരഞ്ഞു. അവൾ പറയുന്നത് കേൾക്കുമ്പോൾ മനുവിനും ആകെ വല്ലായ്മ തോന്നിയിരുന്നു. എടോ, താൻ ഇങ്ങനെ കരയാതെ, അതൊക്കെ കഴിഞ്ഞില്ലേ, മറന്നേക്ക്. താൻ ഓക്കെയാണോ? മനു അവളുടെ മുഖം പിടിച്ചുയർത്തി. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ചുണ്ടുകൾ വിതുമ്പുകയും ചെയ്യുന്നുണ്ട്. സാരമില്ല, പോട്ടെ. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ടടോ. അങ്ങ് മറന്നേക്ക്. അവളോടത് പറയുമ്പോൾ മനുവിൻ്റെ ശബ്ദവും എന്തിനെന്നറിയാതെ ഇടറുന്നുണ്ടായിരുന്നു. മനുവേട്ടൻ്റെ കല്യാണാലോചന വന്നപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞതാണ്. പക്ഷേ അമലേട്ടൻ എത്ര നല്ലവനായതുകൊണ്ടും കാര്യമില്ലായിരുന്നു. ഞങ്ങൾ സ്നേഹിച്ചത് ആയതുകൊണ്ട് മാത്രം അമ്മയും അച്ഛനും ഞങ്ങൾക്കെതിരായിരുന്നു. അവരൊരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. മനുവേട്ടനോട് ഞാൻ ഇതേപ്പറ്റി കല്യാണത്തിന് മുൻപേ പറയണമെന്ന് കരുതിയതാണ്. പക്ഷേ ഞാനിത് പറയുമെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും എനിക്ക് ഒരവസരം പോലും തന്നില്ല. ശരിക്കും ഞാൻ അവരുടെ വീട്ടുതടങ്കലിലായിരുന്നു. എങ്ങനെയെങ്കിലും ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്നുള്ളതുകൊണ്ടാകണം അമ്മയും അച്ഛനും നിശ്ചയം പോലും നടത്താൻ നിൽക്കാതെ നേരിട്ട് കല്യാണത്തിലേക്ക് കടന്നത്. ഒരു ദിവസം അമ്പലത്തിലേക്ക് പോകാനെന്ന പോലെ അമലേട്ടനെ കാണാൻ നിന്നപ്പോൾ ഒറ്റയ്ക്ക് പോകേണ്ട, ഞാനും വരുമെന്ന് പറഞ്ഞ് അമ്മയും കൂടെ വന്നു. ഒരു തരത്തിലും അമലേട്ടനെ കാണാൻ അവർ സമ്മതിച്ചില്ല. കല്യാണം നാട്ടിലൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ അമലേട്ടൻ അറിഞ്ഞിട്ടുണ്ടാകുമെന്നെനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെയെങ്കിൽ അമലേട്ടൻ എന്നെ വിളിക്കാൻ വരുമെന്നും കരുതി ഞാൻ കാത്തിരുന്നു. വീണ്ടും ദിവസങ്ങൾ മുൻപോട്ട് പോയതല്ലാതെ അമലേട്ടൻ്റെ ഒരു വിവരവും ഉണ്ടായില്ല. ഒരു ദിവസം ഒരു നേരമെങ്കിലും എന്നോട് സംസാരിച്ചില്ലെങ്കിൽ ശ്വാസം കിട്ടില്ലെന്ന് പറഞ്ഞ അമലേട്ടൻ ദിവസങ്ങളോളം എന്നോട് മിണ്ടാതെയിരുന്നു. ഒരു ദിവസം പ്രിയ വീട്ടിൽ വന്നപ്പോൾ അവളുടെ ഫോണിൽ നിന്നും അമലേട്ടനെ ഞാൻ വിളിച്ചു നോക്കി. പക്ഷേ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവളുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തുവിട്ടു. പക്ഷേ അതിനും ഒരു മറുപടി ഉണ്ടായില്ല. ഒരു നിമിഷം അമലേട്ടൻ എന്നെ ചതിക്കുകയാണോ എന്ന് പോലും ഞാൻ വിചാരിച്ചു പോയി. പക്ഷേ എങ്ങനെ? ഞാൻ അമലേട്ടനെ സ്നേഹിക്കുന്നതിനേക്കാൾ മുൻപേ അമലേട്ടൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ എനിക്ക് ഇത്രമാത്രം വേദനിക്കുന്നുണ്ടെങ്കിൽ അമലേട്ടന് വേദനിക്കാതിരിക്കുമോ? അമലേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ടിരുന്നു. ഒട്ടും സഹിക്കാതെ വന്നപ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ വീട്ടിൽ നിന്നിറങ്ങി. വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ അമ്മയോടും അച്ഛനോടും എനിക്ക് ഒരുപാട് ദേഷ്യം തോന്നിയിരുന്നു. അതിൽ കൂടുതൽ ഒരുപാട് സങ്കടവും. എന്നെ ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലല്ലോ, എൻ്റെ ഇഷ്ടം സാധിച്ചു തരാൻ കൂടെ നിന്നില്ലല്ലോ എന്നോർത്ത്. അന്ന് രാത്രി മാറിയുടുക്കാനുള്ള ഡ്രസ്സുകൾ മാത്രം എടുത്തുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ എന്നെ കാണുമ്പോൾ അമലേട്ടൻ എൻ്റെ അരികിലേക്ക് ഓടി വരുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. അമ്മയ്ക്കും അച്ഛനും ഈ വിവാഹത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവരായിട്ടുണ്ടാക്കിയതൊന്നും വീട്ടിൽ നിന്നും എടുക്കാൻ എനിക്ക് തോന്നിയില്ല. ഒന്നുമില്ലാതെ ചെന്നാലും അമലേട്ടൻ എന്നെ സ്വീകരിക്കുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. അമലേട്ടൻ്റെ അരികിലേക്ക് എത്താനുള്ള എൻ്റെ മനസ്സിൻ്റെ വേഗത കൊണ്ടായിരിക്കണം എൻ്റെ കാലുകൾക്ക് അന്ന് വേഗം കൂടിയത്. ഞാൻ അമലേട്ടൻ്റെ വീട്ടിലേക്ക് ഓടി. അവിടെ ചെന്ന് ബെല്ലടിച്ചതും ആദ്യം ഇറങ്ങി വന്നത് അമലേട്ടൻ്റെ അമ്മയാണ്. വാതിൽ തുറന്നതും എന്നെ കണ്ടപ്പോൾ അമ്മയൊന്ന് ഞെട്ടി. അവരുടെ കണ്ണുകൾ ആ സമയം നിറഞ്ഞു വന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ മകൻ്റെ ചതി മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കണം. അമലേട്ടൻ എവിടെയെന്നും ചോദിച്ച് ഞാൻ കരയുമ്പോൾ അവരെന്നെ അകത്തേക്ക് വിളിക്കുവാൻ പോലും മറന്നുപോയിരുന്നു. ആരാ വന്നതെന്ന് ചോദിച്ച് പുറത്തേക്ക് വന്ന അമലേട്ടനെ കണ്ടതും ഞാൻ ഓടിച്ചെന്ന് ആ നെഞ്ചിലേക്ക് വീണിരുന്നു. ഉള്ളിലെ സങ്കടമെല്ലാം കരഞ്ഞുകൊണ്ട് ആ നെഞ്ചിൽ ഒഴുക്കുമ്പോഴും അമലേട്ടൻ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചതുപോലുമില്ല. അമലേട്ടനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ സന്തോഷമൊന്നും എന്നെ കണ്ടപ്പോൾ അമലേട്ടന് തോന്നിയില്ല. നീ എന്താ ഇവിടെ ഈ സമയത്ത് എന്ന് ചോദിച്ച് എന്നെ അടർത്തി മാറ്റിയ അമലേട്ടനെ കണ്ടതും അതെൻ്റെ അമലേട്ടനല്ല എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. എനിക്കൊന്നും വേണ്ട, ഞാൻ അമ്മയെയും അച്ഛനെയും എല്ലാവരെയും ഉപേക്ഷിച്ച് ഇറങ്ങി വന്നതാണ്. എനിക്ക് അമലേട്ടനെ മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ ഒന്നും പറയാതെ അകത്തേക്ക് തിരിഞ്ഞു നടക്കുകയാണ് ചെയ്തത്.
എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എല്ലാം ഞാൻ വിചാരിച്ചതിനും പ്രതീക്ഷിച്ചതിനും വിപരീതമായിട്ടായിരുന്നു നടന്നത്. അവസാനം ഞാൻ അമലേട്ടൻ്റെ കാല് പിടിച്ച് കരഞ്ഞപ്പോഴാണ് അമലേട്ടൻ അത് തുറന്നു പറഞ്ഞത്. അമലേട്ടന് ഞാൻ വെറുമൊരു ടൈം പാസ് ആയിരുന്നെന്ന്. പക്ഷേ എനിക്കത് ഒട്ടും വിശ്വസിക്കാനും കഴിയുമായിരുന്നില്ല. കാരണം എനിക്കറിയാമായിരുന്നു എൻ്റെ അമലേട്ടന് അതിന് പറ്റില്ല എന്ന്. പക്ഷേ എൻ്റെ കൺമുന്നിൽ നിന്ന് യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അമലേട്ടൻ അത് പറയുമ്പോൾ ഞാൻ തളർന്നു പോയിരുന്നു. ഞാൻ മനുവേട്ടനുമായുള്ള കല്യാണത്തിന് സമ്മതിക്കണമെന്നും ഇനി അമലേട്ടനുമായി യാതൊരു ബന്ധവും എനിക്ക് ഉണ്ടാകരുതെന്നും അമലേട്ടൻ തീർത്തു പറഞ്ഞു. തലയിൽ ആരോ ശക്തമായി അടിച്ചതുപോലെ ഞാൻ ശരിക്കും ഞെട്ടിവിറച്ചുപോയി. അപ്പോൾ എന്താ കാരണം? എന്നെ ഒഴിവാക്കാൻ എന്താ കാരണമെന്ന് ഞാൻ ചോദിച്ചു. അതിന് അമലേട്ടൻ പറഞ്ഞത് എന്താണെന്ന് മനുവേട്ടന് കേൾക്കണോ? അമലേട്ടൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ വേറെ ഏതോ ഒരു കുട്ടിയെ അമലേട്ടന് ഇഷ്ടമാണെന്ന്. അവർ വലിയ സാമ്പത്തികമുള്ളവരാണെന്ന്. എന്നെക്കാളും ഒരുപാട് ഉയരത്തിലുള്ളവരാണ് അവരെന്ന്. അമലേട്ടന് ഇപ്പോൾ ഒരുപാട് കടവും കഷ്ടപ്പാടുമുണ്ടെന്ന്. അതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം സാമ്പത്തികമാണെന്ന്. അതിൻ്റെ മുമ്പിൽ ഞാനോ എൻ്റെ സ്നേഹമോ അമലേട്ടന് ഒന്നുമല്ലെന്ന്. ആ കുട്ടിയുമായുള്ള അമലേട്ടൻ്റെ വിവാഹം ഉടനെ നടക്കുമെന്നും ഞാൻ ഇനി അമലേട്ടൻ്റെ ജീവിതത്തിൽ ഒരു തടസ്സമായി വരരുതെന്നും എന്നോട് ഒഴിഞ്ഞു പോകാനും പറഞ്ഞു. പക്ഷേ എനിക്കത് ഇപ്പോഴും പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അപ്പോഴും ആ കണ്ണിൽ എവിടെയോ ഒരു നനവ് ഞാൻ കണ്ടിരുന്നു. എന്നെ ഇഷ്ടമില്ലെങ്കിൽ ഇത് പറയുമ്പോൾ എന്തിനാ കരയുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറയുകയാണ് അത് വെറും കുറ്റബോധം കൊണ്ടാണെന്ന്. എന്നോട് സ്നേഹം നടിച്ചു പോയതുകൊണ്ടുള്ള കുറ്റബോധം കൊണ്ടാണെന്ന്. ആ നിമിഷം ഞാനങ്ങ് ചത്തുപോയാൽ മതിയെന്ന് വരെ തോന്നിപ്പോയി. മകൻ്റെ തീരുമാനത്തിന് മുൻപിൽ മറുത്തൊന്നും പറയാൻ കഴിയാതെ ആ അമ്മ എന്നെ നോക്കി കരഞ്ഞു. ഞാനും അമ്മയും തമ്മിൽ ആ 4 വർഷം കൊണ്ട് അത്രമേൽ അടുത്തു പോയിരുന്നു. എനിക്കെൻ്റെ അമ്മയെപ്പോലെയായിരുന്നു. അത്രയേറെ സ്നേഹം അവരെനിക്ക് തന്നിരുന്നു. എന്നെ നോക്കി കരഞ്ഞുകൊണ്ട് തന്നെ പിന്നീടൊരു വാക്കിന് പോലും ഇടം നൽകാതെ അമ്മ മുറിയിലേക്ക് കയറി വാതിലടച്ചു. ഒന്ന് പുറത്തേക്കിറങ്ങിയാൽ വാതിലടയ്ക്കാമായിരുന്നു എന്നും പറഞ്ഞ് അമലേട്ടൻ തന്നെ എന്നെ പുറത്താക്കി വാതിലടയ്ക്കുമ്പോൾ എന്നിൽ എവിടെയോ ഒരൽപ്പം ശ്വാസമുണ്ടെന്നേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സ് എപ്പോഴോ മരിച്ചു പോയിരുന്നു. കുറേ സമയം ആ വാതിൽക്കൽ തന്നെ ഞാനിരുന്നു. അടക്കാൻ കഴിയാത്ത അത്രയും സങ്കടം തൊണ്ടക്കുഴിയിൽ വന്നു നിന്ന് എന്നെ ശ്വാസം മുട്ടിച്ചപ്പോൾ ഞാൻ കരഞ്ഞു പോയിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. അമലേട്ടനാകുമെന്ന് കരുതി ഞാൻ വേഗത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ അത് അമ്മയായിരുന്നു. ഞാൻ അവരുടെ നെഞ്ചിലേക്ക് വീണു കരയുമ്പോൾ എന്നെ ചേർത്തു പിടിച്ചുകൊണ്ട് തന്നെ അമ്മയും കരയുന്നുണ്ടായിരുന്നു. എൻ്റെ മോൾ അവനെ ശപിക്കരുത്. അവൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അവൻ അങ്ങനെ ചെയ്യട്ടെ. എൻ്റെ മോള് ആ കല്യാണത്തിന് സമ്മതിക്കണം. അച്ഛനെയും അമ്മയെയും സങ്കടപ്പെടുത്തരുത്. അവനെ എൻ്റെ മോള് മറന്നേക്ക്. എന്നിട്ട് സന്തോഷമായിട്ട് ജീവിക്ക്. ഈ അമ്മയെ ഓർത്ത് ഇതിൻ്റെ പേരിൽ എൻ്റെ മോള് കടുംകൈ ഒന്നും ചെയ്തേക്കല്ലേ എന്ന് അമ്മ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അത് പറഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ പോലും അമ്മ കരയുകയായിരുന്നു. പിന്നെയും ഏറെ നേരം ഞാൻ അവിടെയിരുന്നു. വല്ലാത്തൊരു മരവിപ്പായിരുന്നു എനിക്ക്. എത്ര പെട്ടെന്നാണ് ഞാൻ കണ്ട സ്വപ്നങ്ങളും എൻ്റെ ജീവിതവുമെല്ലാം തകർന്നടിഞ്ഞതെന്നോർത്ത് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നിപ്പോയി. ശേഷം അവിടെ നിന്നും എഴുന്നേൽക്കുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് അറിയുന്നില്ലായിരുന്നു. വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തോന്നിയില്ല. ഒരു നിമിഷം കൊണ്ട് എല്ലാവരെയും ഇട്ടെറിഞ്ഞു പോന്നിട്ട് വീണ്ടും അവിടേക്ക് തന്നെ തിരിച്ചു പോകാൻ എനിക്ക് വല്ലാത്ത മടി തോന്നി. മനസ്സിൽ അത്രയും നിറഞ്ഞു നിന്നത് അമലേട്ടനുമൊത്തുള്ള ഓർമ്മകളാണ്. അവയെന്നെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കുന്നത് പോലെ തോന്നി. ആ ഒരു നിമിഷത്തിൽ എല്ലാത്തിനും ഒരവസാനം എന്ന പോലെ ഞാൻ ആ തീരുമാനമെടുത്തു. മരണം. അങ്ങ് ചത്തു കളഞ്ഞേക്കാമെന്ന് എനിക്ക് തോന്നി. അവൾ അത് പറഞ്ഞതും മനു ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. അവൻ അവളെ തന്നെ നോക്കി നിന്നുപോയി. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. ഞാൻ എൻ്റെ ജീവനേക്കാളേറെ സ്നേഹിച്ചതായിരുന്നു. എന്നിട്ടും എന്നെ ചതിച്ചു. എന്നെ വേണ്ടെന്ന് പറഞ്ഞു. അമലേട്ടൻ്റെ കൂടെ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ ഞാൻ ഒരുക്കമായിരുന്നു. അത്രയ്ക്കും ഇഷ്ടമായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പോൾ എനിക്ക് വെറുപ്പാ. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അമലേട്ടനെയാണ്. അവൾ അത് പറഞ്ഞു കരഞ്ഞതും മനു അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു. പക്ഷേ അപ്പോഴും അവൾ കരയുകയാണ്. അവൻ അവളുടെ മുടിയിലൂടെ വെറുതെ തലോടിക്കൊണ്ടിരുന്നു. എന്നിട്ട് പിന്നെ എന്തുണ്ടായി? മനു ചോദിച്ചു. അവൾ പതിയെ അവനെ മുഖമുയർത്തി നോക്കി. അവളുടെ ചിന്തകൾ വീണ്ടും അന്നത്തെ ദിവസത്തിലേക്ക് പാഞ്ഞു ചെന്നു. ഗ്രൗണ്ടിനരികിലെ കായലിൽ ചാടി ചാവാമെന്നാണ് ആദ്യം കരുതിയത്. പിന്നെ കരുതി അങ്ങനെ ചെയ്താൽ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛനും അമ്മയും നാട്ടുകാരുടെ മുൻപിൽ നാണം കെട്ട് നിൽക്കേണ്ടി വരുമെന്ന്.
വീട്ടിൽ ചെന്നിട്ട് പുറത്തെങ്ങാനും പോകുമ്പോൾ വണ്ടിക്ക് മുൻപിലേക്ക് ചാടാമെന്ന് കരുതി. അങ്ങനെയെങ്കിൽ അത് വെറും ഒരു റോഡ് ആക്സിഡന്റ് മാത്രമല്ലേ ആവുകയുള്ളൂ? പാവം, അതിൻ്റേത് വല്ലാത്തൊരു വിധിയായി പോയെന്നല്ലേ എല്ലാവരും കരുതുകയുള്ളൂ. അതാണ് നല്ലതെന്ന് തോന്നി. പറയുമ്പോൾ അവൾക്ക് മനുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്യണമായിരുന്നു? എന്നെപ്പറ്റി ഒരു പ്രാവശ്യമെങ്കിലും നീ ഓർത്തിരുന്നോ? മനു അത് ചോദിച്ചത് പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ ശരിക്കും ഒന്ന് ഞെട്ടി. അങ്ങനെ ഒരു ചോദ്യം മനുവിൻ്റെ ഭാഗത്തു നിന്ന് അവൾ പ്രതീക്ഷിച്ചിട്ടേയില്ലായിരുന്നു. ഇപ്പോൾ മാത്രമല്ല, ഇതിനു മുൻപും മനുവിനെപ്പറ്റി അവൾ ചിന്തിച്ചതേയില്ലായിരുന്നു. താൻ മരിച്ചാൽ അച്ഛനും അമ്മയും എന്തു ചെയ്യുമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. തന്നെയും കാത്ത് പുതിയൊരു ജീവിതവും സ്വപ്നം കണ്ട് ഒരുവൻ നിൽക്കുന്നുണ്ടെന്നത് അവളുടെ ചിന്തകളിൽ നിന്ന് പോലും വിദൂരമായിരുന്നു. അവൾക്ക് വല്ലാത്ത വേദനയും കുറ്റബോധവും തോന്നി. മനുവിൻ്റെ മുഖത്തേക്ക് നോക്കാനുള്ള ശക്തി അവൾക്കില്ലായിരുന്നു. പറ, താൻ എന്നെക്കുറിച്ച് ഓർത്തിരുന്നോ? താലി കെട്ടിയില്ലെങ്കിലും കല്യാണം ഉറപ്പിച്ചത് മുതൽ നിന്നെ മാത്രം സ്വപ്നം കണ്ടിരുന്നവനാ ഞാൻ. പരസ്പരം മനസ്സിലാക്കി തുടങ്ങുന്നതിനു മുൻപേ എൻ്റെ പെണ്ണാണെന്ന് കരുതി നിന്നെ നെഞ്ചിലേറ്റിയവനാ ഞാൻ. നിന്നെ സ്വന്തമാക്കി പുതിയൊരു ജീവിതം കണ്ട എൻ്റെ മുൻപിലേക്ക് നിന്റെ ശവം ഇട്ടു തന്നാൽ ഞാനത് എങ്ങനെ ഉൾക്കൊള്ളുമെന്നും ഞാൻ എങ്ങനെ സഹിക്കുമെന്നും നീ ചിന്തിച്ചിരുന്നോ? പറ. അവൻ അവളുടെ മുഖം തനിക്ക് നേരെ പിടിച്ചുയർത്തിക്കൊണ്ട് അവളോട് ചോദിച്ചു. അത് ചോദിക്കുമ്പോൾ പലപ്പോഴും അവൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടതും അവളുടെ ഹൃദയം ഒന്ന് പിടച്ചു. പറയാൻ അവൻ വീണ്ടും ചോദിച്ചു. ഇല്ല, ഞാൻ ചിന്തിച്ചില്ല. ആ സമയം ഞാൻ എന്നെയും അമലേട്ടനെയും കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. ഞാൻ മരിച്ചാലും എൻ്റെ അമ്മയും അച്ഛനും എങ്ങനെ സഹിക്കുമെന്ന് മാത്രമേ ഓർത്തുള്ളൂ. പക്ഷേ മരണത്തിൽ നിന്നും മാറി ചിന്തിച്ചപ്പോൾ മുതൽ ഞാൻ നിങ്ങളെക്കുറിച്ചാ ഓർത്തത്. അതുകൊണ്ടാ ഇതെല്ലാം മനുവേട്ടനോട് തുറന്നു പറഞ്ഞതുപോലും. എനിക്ക് വേണമെങ്കിൽ ഇതെല്ലാം മറച്ചു വെക്കാമായിരുന്നു. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഒരു ചുംബനം കൊണ്ട് പോലും ചീത്തയാകാത്ത ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിൽ ചീത്തയായവളായിരിക്കാം. നിങ്ങൾക്കെന്നോട് വെറുപ്പ് തോന്നിയേക്കാം. ഇന്ന് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും മുഖത്ത് കണ്ട ആ ചിരിയും സന്തോഷവുമെല്ലാം ഇല്ലാതായേക്കാം. പക്ഷേ അതിനേക്കാളുമൊക്കെ ഞാൻ ചിന്തിച്ചത് മനുവേട്ടനെക്കുറിച്ചായിരുന്നു. ഒന്നും മറച്ചു വെക്കാൻ തോന്നിയില്ല. എല്ലാം അറിഞ്ഞിട്ടും മനുവേട്ടൻ എന്നെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ ഈ ജീവിതം മുഴുവൻ മനുവേട്ടനെ മാത്രം സ്നേഹിച്ച് ജീവിക്കാൻ തയ്യാറായിട്ടാ ഞാൻ നിങ്ങളുടെ താലി ഏറ്റുവാങ്ങിയത്. ഒരിക്കൽ ഒരാളെ സ്നേഹിച്ചു പോയി. ആ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനി മനുവേട്ടന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. എന്നെ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കാം. എല്ലാം മനുവേട്ടൻ്റെ ഇഷ്ടം. പറഞ്ഞു കഴിഞ്ഞതും വീണ കരഞ്ഞു പോയിരുന്നു. തനിക്ക് മുൻപിൽ നിന്ന് മുഖം പൊത്തി കരയുന്നവളെ കാണുമ്പോൾ മനുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. ഇപ്പോൾ അവനറിയാം അവൾ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്, തന്നെ മാത്രമാണ് സ്നേഹിക്കുന്നതെന്ന്. മുഖം പൊത്തിപ്പിടിച്ച അവളുടെ കൈകൾ അവൻ പതിയെ എടുത്തുമാറ്റി. ശേഷം അവളുടെ മുഖം തൻ്റെ 2 കൈകളിലും കോരിയെടുത്തു. അല്പസമയം കൊണ്ടാണെങ്കിലും അവളുടെ കണ്ണുകൾ കരഞ്ഞു വീർത്തിരുന്നു. അവളുടെ ആ 2 കണ്ണിലും അവൻ പതിയെ ചുംബിച്ചതും അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞു പോയിരുന്നു. ശേഷം അവളുടെ നെറ്റിയിലും അവൻ പതിയെ തൻ്റെ അധരങ്ങൾ ചേർത്തു. മതി കരഞ്ഞത്, എല്ലാം തുറന്നു പറഞ്ഞില്ലേ, ഇനി കരയണ്ട. നീ ഇത് പറഞ്ഞില്ലെങ്കിലും എല്ലാം എനിക്കറിയാമായിരുന്നു. അവൻ പറഞ്ഞതും അവളൊരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതു കണ്ടതും അവനൊന്ന് പതിയെ പുഞ്ചിരിച്ചു. നീ അന്ന് അമലിൻ്റെ വീട്ടിലേക്ക് പോയില്ലേ? അന്ന് നിങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ആ രാത്രിയിൽ തന്നെ നിന്റെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. ഇത്രത്തോളം കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും ഏകദേശം കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിരുന്നു. മോന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ മതിയെന്ന് നിന്റെ അച്ഛൻ പറയുമ്പോൾ ആ മനസ്സിൻ്റെ വലുപ്പം ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. ഒപ്പം ആ മനസ്സിനുള്ളിലെ വേദനയും. നാളെ ഞാനും ഒരച്ഛനാവും. അന്ന് എൻ്റെ മോളും എന്നോട് ഇത് തന്നെ ചെയ്താൽ ഞാൻ ഏത് അവസ്ഥയിലായിരിക്കും പോവുക എന്ന് ചിന്തിച്ചാൽ മാത്രം മനസ്സിലാവും നിന്റെ അച്ഛൻ്റെ വേദന. പിന്നെ എല്ലാം തുറന്നു പറയാൻ മനസ്സു കാണിച്ചല്ലോ, അതുതന്നെ ധാരാളം. അതുകൊണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അവൻ പറയുന്നത് കേട്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. അച്ഛൻ ഇത് പറയുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ അത് നന്നായെന്ന് അവൾക്ക് തോന്നി. പക്ഷേ നീ എല്ലാം തുറന്നു പറയുമെന്ന് ഞാൻ കരുതിയില്ല. അല്ലെങ്കിലും ആ അച്ഛൻ്റെ മോളല്ലേ, നിനക്കും പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാം പറഞ്ഞ് മനസ്സിലെ ഭാരമൊക്കെ അങ്ങ് പോയല്ലോ. എന്നാ ഇനി അത് ആലോചിക്കേണ്ട. ഇനി ഇതേക്കുറിച്ച് ആരോടും ഒന്നും പറയാനും പോകണ്ട. ഇനി നിനക്ക് ഞാനും എനിക്ക് നീയും മതി. അവൻ അവളെ തന്നോട് ചേർത്തു നിർത്തിക്കൊണ്ട് പറഞ്ഞു. മനുവിൽ നിന്നും കേട്ട വാക്കുകൾ അവൾക്കേറെ ആശ്വാസം നൽകിയിരുന്നു. മനുവിന് ഒരു നിമിഷം അമലിനോട് വല്ലാത്ത സഹതാപം തോന്നി.
ഇത്ര കണ്ട് സ്നേഹിക്കുന്ന ഒരുവളെയാണല്ലോ നഷ്ടപ്പെടുത്തിയതെന്നോർത്ത്. ആ മോൾ എഴുന്നേറ്റോ? ഇന്നലെ സ്ഥലം മാറിക്കിടന്നിട്ട് ഉറക്കമൊക്കെ ശരിയായോ? രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വന്ന വീണയെ കണ്ട് മനുവിൻ്റെ അമ്മ ചോദിച്ചു. കുഴപ്പമില്ലായിരുന്നമ്മേ, വീണ നേർത്തൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഞാൻ എന്താ അമ്മേ ചെയ്യേണ്ടത്? അവൾ അടുക്കളയിലൂടെയൊന്ന് കണ്ണോടിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു. മോൾക്ക് ചെയ്യാൻ പറ്റിയ പണിയൊന്നും ഇപ്പോ ഇല്ല. ചായപ്പണിയെല്ലാം കഴിഞ്ഞു. ബാക്കി പണികൾ ചെയ്യാൻ ഇന്നെന്തായാലും ഇവിടെ ആളുകളുണ്ട്, അമ്മയൊരു പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു. അവൾ അതിന് പതിയെ ഒന്ന് പുഞ്ചിരിച്ചു. ഏറ്റവും അടുത്ത ബന്ധുക്കളൊന്നും അവിടെ നിന്ന് അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. മോള് കുളിച്ചോ? അവളുടെ നനഞ്ഞ മുടിയിലേക്ക് നോക്കി അമ്മ ചോദിച്ചു. അവൾ അതിന് തലയാട്ടി. അമ്മ എന്നാ രാസ്നാദി എടുത്തു തരാം. വെള്ളം മാറി കുളിച്ചിട്ട് ഇനി എന്തേലും വെയ്യായിക വരണ്ട. അതിനു മുൻപ് മോൾ ഈ ചായ അങ്ങ് കുടിച്ചേക്ക്. അവളുടെ കയ്യിൽ ഒരു ഗ്ലാസ് ചൂട് ചായ വെച്ചു കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞു. അമ്മ ചായ കുടിച്ചോ? അവരുടെ കൂടെ മുറിയിലേക്ക് നടക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു. ഞാൻ നേരത്തെ കുടിച്ചു, അമ്മ പറഞ്ഞു. അവരമ്മയും മോളും കുറച്ചു നേരം കൊണ്ട് തന്നെ നല്ല കൂട്ടായിരുന്നു. മനുവിൻ്റെ അമ്മ ഒരു പാവമാണെന്ന് അവരുടെ സംസാരത്തിൽ നിന്നും തന്നെ അവൾക്ക് മനസ്സിലായി. മനുവേട്ടാ ചായ. കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന മനുവിന് നേരെ ചൂട് ചായ നീട്ടിക്കൊണ്ട് വീണ പറഞ്ഞു. അവനൊരു പുഞ്ചിരിയോടെ അത് കയ്യിൽ വാങ്ങി. നീ കുടിച്ചിരുന്നോ? അവൻ ചോദിച്ചു. അമ്മ തന്നു, അവൾ പറഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. പ്രത്യേകിച്ച് വലിയ തെളിച്ചമൊന്നും കാണുന്നില്ല. അമലിനെ മറന്നെന്നും അവനോട് വെറുപ്പാണെന്ന് പറയുമ്പോഴും അത്ര പെട്ടെന്നൊന്നും അവനെ മറക്കാൻ പറ്റില്ലെന്ന് മനുവിന് തോന്നി. എങ്കിലും അവൾ തന്നെ തന്നോട് എല്ലാം തുറന്നു പറഞ്ഞല്ലോ, ആ സ്ഥിതിക്ക് എല്ലാം ശരിയാകും. അവൾക്ക് കുറച്ച് സമയം കൊടുക്കാം, അവൻ കരുതി. ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്കിറങ്ങാം. പോകുന്ന വഴിക്ക് ഡ്രസ്സും സാധനങ്ങളും ഒക്കെ വാങ്ങാം, അവൻ പറഞ്ഞതും അവളൊന്ന് തലയാട്ടി. നീ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കുറ്റം എനിക്കാണ്. അവളുടെ മുഖം പതിയെ ഉയർത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും അവളൊന്ന് അവനെ നോക്കി ചിരിച്ചു. ചായ കുടിച്ചു കഴിഞ്ഞതും അവർ രണ്ടുപേരും വീട്ടിൽ നിന്നും ഇറങ്ങി. സൂക്ഷിച്ചു പോകണേയെന്നും പറഞ്ഞ് ഗേറ്റ് വരെ അമ്മയും അവരോടൊപ്പം ചെന്നു. വീട്ടിലെ വേണ്ടപ്പെട്ടവർക്കെല്ലാം ഡ്രസ്സും ബേക്കറി പലഹാരങ്ങളുമെല്ലാം വാങ്ങിയ ശേഷമാണ് അവർ വീട്ടിലേക്ക് ചെന്നത്. ബൈക്കിലാണ് അവർ പോയത്. മെയിൻ റോഡിൽ നിന്നും അവരുടെ വീട്ടിലേക്കുള്ള കട്ട് റോഡിലേക്ക് കയറിയപ്പോൾ തന്നെ വീണയ്ക്ക് വല്ലാത്ത വെപ്രാളം തോന്നി. അവനെ മറന്നു തുടങ്ങിയെന്നും അവനോട് വെറുപ്പാണെന്നും മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും എന്തോ ഒരു നഷ്ടബോധം തോന്നുന്നു. കുറച്ചുകൂടി മുൻപോട്ട് പോയപ്പോൾ ഗ്രൗണ്ടിനരികിലെ കലുങ്കിലിരിക്കുന്ന രണ്ടുപേരെ കണ്ടു. അതിലൊരുവൻ അമലാണെന്ന് അവൾക്ക് ദൂരെ നിന്നേ മനസ്സിലായിരുന്നു. നെഞ്ചിനകത്തേക്ക് വീണ്ടും അവൻ്റെ ഓർമ്മകൾ കടന്നു വരാൻ തുടങ്ങിയതും അവൾ കണ്ണുകൾ ഇറുക്കെ അടച്ചു കളഞ്ഞു. മിററിലൂടെ അവളുടെ മാറ്റം മനു അറിയുന്നുണ്ടായിരുന്നു. അവൻ ആക്സിലേറ്ററിൽ ഒന്നുകൂടി കൈമുറുക്കി. അവരുടെ ബൈക്ക് അങ്ങ് കടന്നുപോയതും രാഹുൽ അമലിനെയൊന്ന് നോക്കി. അമലിൻ്റെ നോട്ടം അപ്പോഴും അവരുടെ വണ്ടി പോയ ഭാഗത്തേക്കായിരുന്നു. രാഹുൽ പതിയെ അമലിൻ്റെ തോളിൽ കൈവച്ചതും അമലൊന്ന് തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും അമൽ രാഹുലിനെ നോക്കിയൊന്ന് ചിരിച്ചു. അതു കണ്ടതും രാഹുലിൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. രാഹുൽ അമലിനെ ഇറുക്കെ പുണർന്നു. സാരമില്ലടാ, പോട്ടെ, സാരമില്ല, നീ ഇങ്ങനെ കരയാതെ. അമലിനെ ഇറുക്കെ പുണർന്നുകൊണ്ട് അത് പറയുമ്പോൾ രാഹുലും കരഞ്ഞു പോയിരുന്നു. കാരണം രാഹുലിനറിയാമായിരുന്നു അമൽ എത്രമാത്രം വീണയെ സ്നേഹിച്ചിരുന്നുവെന്ന്, ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്ന്. വീണയും മനുവും വീട്ടിലെത്തുമ്പോൾ അവരെ സ്വീകരിക്കാനെന്ന വണ്ണം അമ്മയും അച്ഛനും അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെല്ലാം ഉമ്മറത്ത് തന്നെയുണ്ട്. നീ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കുറ്റം എനിക്കായിരിക്കുമെന്ന് മനു പറഞ്ഞ വാക്കുകളാണ് അവൾക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ അവൾ എല്ലാവരോടും സന്തോഷത്തോടെ തന്നെ പെരുമാറി. അവളുടെ ചിരിച്ച മുഖത്തിനപ്പുറം അവളുടെ ഉള്ളിലെ വേദന എത്രമാത്രം ഉണ്ടെന്ന് അവളുടെ അമ്മയ്ക്കും അച്ഛനും അറിയാമായിരുന്നു. അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വല്ലാത്ത വേദന തോന്നി. എല്ലാവരോടും പെട്ടെന്ന് തന്നെ അടുക്കുന്ന പ്രകൃതമായിരുന്നു മനുവിൻ്റേത്. അതുകൊണ്ട് തന്നെ അവളുടെ ബന്ധുക്കൾക്കെല്ലാം മനുവിനെ വല്ലാതെ ഇഷ്ടമായിരുന്നു. അന്ന് രാത്രിയും അമലിന് ഒട്ടും ഉറങ്ങാൻ പറ്റിയതേയില്ല. അവൻ മെല്ലെ എഴുന്നേറ്റ് ഉമ്മറത്തെ തിണ്ണയിൽ വന്നിരുന്നു. ചുറ്റും വെളിച്ചം പരത്തി തെളിഞ്ഞു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനിലേക്ക് അവൻ വെറുതെ നോക്കി നിന്നു. എപ്പോഴും ചിന്തകളും ഓർമ്മകളും അത്രയും ആ ഒരുവളെ ചുറ്റിപ്പറ്റിയാണ് കിടക്കുന്നതെന്ന് അവന് തോന്നി. ഹൃദയത്തിൽ വലിയൊരു കല്ലിറക്കി വെച്ചതുപോലെ ഒരു വേദന. അവളോടൊപ്പമുള്ള ജീവിതം ഒരുപാട് സ്വപ്നം കണ്ടതാണ്. അന്നും ഇന്നും അവളെ തൻ്റെ പ്രാണനായി കണ്ടാണ് ജീവിച്ചത്. പക്ഷേ അവളെ കൂടെ കൂട്ടുവാനുള്ള ഭാഗ്യം ഇല്ലാതായിപ്പോയി.
മറ്റെന്ത് പ്രശ്നമാണെങ്കിലും താൻ അതിനെയൊക്കെ തരണം ചെയ്ത് അവളെ തൻ്റെ സ്വന്തമാക്കിയേനെ. ക്യാൻസർ എന്ന രോഗം തന്നിൽ പിടിമുറുക്കിയില്ലായിരുന്നുവെങ്കിൽ തൻ്റെ സ്വപ്നങ്ങളും സന്തോഷവും ജീവിതവുമെല്ലാം തകർത്തു കളഞ്ഞ വിധിയോട് അവന് വല്ലാത്ത ദേഷ്യം തോന്നി. അന്ന് രാത്രിയിൽ അവൾ അവൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി വന്നതാണ് ഇപ്പോൾ അവനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. അവനെ മാത്രം മതിയെന്ന് പറഞ്ഞ് അവൻ്റെ നെഞ്ചോട് ചേർന്നു കരഞ്ഞ പെണ്ണിനെ ഓർക്കുമ്പോൾ ഇപ്പോഴും അവൻ്റെ നെഞ്ചു പിടയും. അവളെയൊന്ന് ചേർത്തു പിടിക്കാൻ അവൻ്റെ മനസ്സ് വല്ലാതെ ആഗ്രഹിച്ചുവെങ്കിലും വെറും മാസങ്ങൾ മാത്രം ആയുസ് ബാക്കി നിൽക്കുന്ന അവനതിന് സാധിക്കുമായിരുന്നില്ല. അന്ന് അവളെ വീടിന് പുറത്താക്കി വാതിലടയ്ക്കുമ്പോൾ മരിച്ചു പോകുന്നത് പോലെ ഒരു വേദന അവന് തോന്നിയിരുന്നു. പക്ഷേ അതല്ലാതെ അവന് വേറൊരു നിവൃത്തിയില്ലായിരുന്നു. അവളെ കൂടെ കൂട്ടിയതിന് ശേഷം ഇതറിയുന്നത് പോലെയല്ലല്ലോ ആയുസ്സില്ലെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് അവളെ വിവാഹം ചെയ്യുന്നത്. എല്ലാം അവളോട് തുറന്നു പറയാമെന്ന് വെച്ചാൽ ഇതറിഞ്ഞാൽ അവൾ ഒരിക്കലും അവനെ വിട്ടുപോകില്ല. അതവന് അത്രയും ഉറപ്പായിരുന്നു. ഇപ്പോൾ കുറച്ച് വേദനിച്ചാലും പിന്നീട് അവൾ സന്തോഷവതിയായിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. അവളുടെ കല്യാണം ഉറപ്പിച്ചതറിഞ്ഞ് അവളുടെ വീട്ടിൽ പോയി സംസാരിക്കാൻ തന്നെയായിരുന്നു അവൻ്റെ തീരുമാനം. എന്തു വന്നാലും അവളെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ലെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. എന്നാൽ അന്നാണ് അവൻ്റെ ജീവിതം മാറിമറിഞ്ഞത്. ഒന്ന് തലചുറ്റി വീണതായിരുന്നു. കൂട്ടത്തിൽ മൂക്കിലൂടെ ബ്ലഡും ഒലിച്ചിറങ്ങിയിരുന്നു. അവൻ്റെ അമ്മയും രാഹുലും കൂടി ചേർന്നാണ് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവിടെ വെച്ചാണ് അവന് ബ്ലഡ് ക്യാൻസർ ആണെന്ന് അറിയുന്നത്. ലാസ്റ്റ് സ്റ്റേജ് ആണ്. ഇനി കുറച്ച് മാസങ്ങൾ, അല്ലെങ്കിൽ കൂടിപ്പോയാൽ 1-2 വർഷങ്ങൾ. അതിനപ്പുറത്തേക്ക് അവന് ആയുസ്സില്ലെന്ന് ഡോക്ടേഴ്സ് ഉറപ്പിച്ചു പറഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ തകർന്നു പോയിരുന്നു അവൻ ആ സമയം. ഇതിലും നല്ലത് ഇപ്പോഴേ മരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് അവന് തോന്നി. പക്ഷേ തനിക്ക് വേണ്ടി മാത്രം ജീവിച്ച അമ്മയെയും തന്നെ മാത്രം സ്നേഹിച്ച് തനിക്കായി കാത്തിരിക്കുന്ന ഒരുവളെയും അവന് ഓർമ്മ വന്നു. അവളുടെ കല്യാണം ഉറപ്പിച്ച സമയം. എന്തു വേണമെന്ന് പോലും അവൻ അറിയുന്നില്ലായിരുന്നു. അറിഞ്ഞുകൊണ്ട് അവളുടെ ജീവിതം നശിപ്പിക്കാൻ അവന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം മറ്റാരും അറിയാതെ അമ്മയിലും രാഹുലിലുമായി ഒതുക്കി നിർത്തിയത്. ആ സമയത്താണ് വീണയുടെ അച്ഛൻ അമലിനെ കണ്ട് സംസാരിക്കുന്നത്. മകളുടെ ഇഷ്ടം അതാണെങ്കിൽ അത് നടത്തിക്കൊടുക്കാൻ അവർക്ക് സമ്മതമാണെന്ന്. താനും അവളും അത്രമേൽ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട കാര്യം. അവനൊരു നിമിഷം തൻ്റെ വിധിയോടും ഈ വിധി തനിക്ക് തന്ന ദൈവങ്ങളോടും വല്ലാത്ത ദേഷ്യം തോന്നി. അവളെ വിവാഹം ചെയ്യാൻ സാധിക്കില്ലെന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അതെന്താണെന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ അച്ഛൻ അമലിൻ്റെ ഷർട്ടിൽ കയറി പിടിച്ചിരുന്നു. രാഹുലും ഉണ്ടായിരുന്നു അമലിൻ്റെ കൂടെ അപ്പോൾ. അവനെന്തോ പറയാൻ ഒരുങ്ങിയതും അമൽ അവനെ തടഞ്ഞു. എന്നാൽ അവളുടെ അച്ഛൻ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞതും രാഹുലിന് പറയാതിരിക്കാൻ സാധിച്ചില്ല. എല്ലാം കേട്ടതും ഒന്നും പറയാതെ തലയും കുനിച്ച് 2 കണ്ണും നിറച്ചു നിൽക്കുന്നവനെ അയാൾ വല്ലാത്തൊരു വേദനയോടെ നോക്കി. അവനെ കെട്ടിപ്പിടിച്ച് അയാൾ ഒരുപാട് നേരം കരഞ്ഞു. തൻ്റെ മകളുടെ ഭാവി ജീവിതത്തിനായി സ്വയം ഒഴിഞ്ഞുമാറി പോകാൻ തയ്യാറായവനെയോർത്ത് അയാൾക്ക് നെഞ്ചുനീറി. തനിക്ക് ഇത്ര വേദനിക്കുന്നുണ്ടെങ്കിൽ അവൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും. അയാൾക്ക് വല്ലാത്ത വേദന തോന്നി. അമലിൻ്റെ നിർബന്ധപ്രകാരമായിരുന്നു അവളുടെ അച്ഛനും അമ്മയും അവളെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ സമ്മതിക്കാതിരുന്നത്. എപ്പോഴും അവളുടെ മേൽ ഒരു കണ്ണ് വേണമെന്നും അവൻ പറഞ്ഞിരുന്നു. അന്ന് രാത്രി അവൻ്റെ വീട്ടിലേക്ക് അവൾ വന്ന ദിവസം അവളെ വീടിന് പുറത്താക്കി വാതിലടച്ചതും അവൻ ആദ്യം അവളുടെ അച്ഛനെ ഫോൺ വിളിക്കുകയാണ് ചെയ്തത്. അയാൾ വന്ന് അവളെ വിളിച്ചുകൊണ്ട് പോയെന്ന് അറിഞ്ഞപ്പോഴാണ് അവന് സമാധാനമായതുപോലും. തോളിലൊരു സ്പർശനം അറിഞ്ഞതും അവൻ വേഗത്തിൽ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. അമ്മയുടെ കണ്ണുകളും കരഞ്ഞു കലങ്ങിയിട്ടുണ്ട്. അവൻ അവരെ ഒന്ന് നോക്കി വിളറിയൊരു പുഞ്ചിരി കൊടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു. ആ കൊച്ചിൻ്റെ കല്യാണമായിട്ട് ഇന്നലെയും നീ ഉറങ്ങിയില്ലല്ലോ. ഇന്നെങ്കിലും പോയി കിടന്നുറങ്ങു മോനെ. അമ്മ പുറകിൽ നിന്നും പറഞ്ഞതും അവൻ പതിയെ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു. നിറഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് അമ്മയും വാതിലടച്ച് അവരുടെ മുറിയിലേക്ക് നടന്നു. അമലിന് കിടന്നിട്ട് ഉറക്കം വരുന്നേയില്ലായിരുന്നു. ഈ വിവരം അറിഞ്ഞതിനു ശേഷം സമാധാനത്തോടെ ഒന്ന് ഉറങ്ങിയിട്ടില്ല. മരുന്ന് കുടിച്ച ക്ഷീണം കൊണ്ട് അങ്ങ് ഉറങ്ങിപ്പോകുന്നതാണ്. പക്ഷേ ഇന്നലെയും ഇന്നും അതിന് പോലും കഴിയുന്നില്ല. തൻ്റെ പെണ്ണ് ഇപ്പോൾ മറ്റൊരാളുടെ കൂടെ അയാളുടെ റൂമിൽ. അവന് വല്ലാത്ത വേദന തോന്നി. അവൻ പതിയെ എഴുന്നേറ്റ് അമ്മയുടെ മുറിയിലേക്ക് നടന്നു. വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. അവൻ അകത്തേക്ക് കയറി അമ്മയ്ക്കരികിലായി ചേർന്നു കിടന്നു. ശേഷം അവരെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. സാരമില്ലടാ, മോന് അമ്മയില്ലേ. എൻ്റെ മോന് എന്തൊക്കെ ചികിത്സ തരാൻ പറ്റോ അതൊക്കെ അമ്മ ഈ വീട് വിറ്റിട്ടായാലും തരും. എന്നിട്ട് എൻ്റെ കുഞ്ഞിന് എത്രയാണോ ആയുസുള്ളത് അതുവരെ നമ്മൾ ജീവിക്കും. അതു കഴിഞ്ഞാൽ മോൻ്റെ കൂടെ അമ്മയും വരും. എനിക്ക് നീയല്ലേ ഉള്ളൂ. നിനക്ക് വേണ്ടിയല്ലേ അമ്മ ജീവിക്കുന്നത്. ആ നീയില്ലെങ്കിൽ പിന്നെ അമ്മയായിട്ടെന്തിനാ ഈ ലോകത്ത് ഒറ്റയ്ക്ക്.
എൻ്റെ കുഞ്ഞ് ഒറ്റയ്ക്കല്ല, അമ്മയില്ലേ, ഉറങ്ങിക്കോ. അവരവൻ്റെ തലമുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. രണ്ടുപേരുടെയും കണ്ണുകൾ അപ്പോൾ നിറഞ്ഞൊഴുകിയിരുന്നു. ആ അമ്മയുടെ തലോടലേറ്റ് എപ്പോഴോ അവനുറങ്ങി. അവനുറങ്ങിയിട്ടും അമ്മയുടെ കൈകൾ അവനെ തലോടിക്കൊണ്ടിരുന്നു. അപ്പോഴും അവരുടെ കണ്ണുകൾ പെയ്തു തോർന്നിരുന്നില്ല. അന്ന് രാത്രി അവിടെ നിന്ന ശേഷം പിറ്റേന്നായിരുന്നു അവർ മനുവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചത്. പോവുമ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും ഗ്രൗണ്ടിനരികിലെ കലുങ്കിലേക്ക് നീണ്ടിരുന്നു. പക്ഷേ അവിടം ശൂന്യമായിരുന്നു. അവൾക്ക് എന്തോ വല്ലായ്മ തോന്നി. ദിവസങ്ങൾ പതിയെ കടന്നുപോയി. അതിനിടയ്ക്ക് അമലിൻ്റെ കല്യാണം കഴിഞ്ഞെന്നൊരു വാർത്ത അവൾ കേട്ടു. ആ ദിവസം എന്തിനെന്നറിയാത്തൊരു വേദന അവൾക്ക് തോന്നി. പക്ഷേ തെറ്റായൊരു ചിന്ത കൊണ്ട് പോലും മനുവിനെ ചതിക്കാൻ അവൾക്ക് തോന്നിയില്ല. അവൾ പതിയെ അമലിനെ മറന്നു തുടങ്ങി. ദിവസങ്ങൾ പതിയെ മാസങ്ങളായി കടന്നുപോയി. അതിനിടയ്ക്ക് വീണയുടെ ഉദരത്തിൽ മനുവിൻ്റെ സ്നേഹം അവൻ്റെ രക്തത്തെ ഉരുവാക്കിയിരുന്നു. കാര്യം അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരുപോലെ സന്തോഷമായി. അന്ന് അവളുടെ അമ്മയും അച്ഛനുമെല്ലാം മനുവിൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു. മധുരവും പായസവും കൊച്ചു സദ്യയും എല്ലാം ഒരുക്കി അന്നത്തെ ദിവസം എല്ലാവരും സന്തോഷിച്ചു. അന്ന് രാത്രിയിൽ മനുവിനോട് ചേർന്നിരുന്ന് വാട്സാപ്പ് നോക്കുമ്പോഴാണ് ആ സ്റ്റാറ്റസ് അവളുടെ കണ്ണിലുടക്കിയത്. ഒരു നിമിഷം അവൾക്ക് ശ്വാസം നിലയ്ക്കുന്നത് പോലെ തോന്നി. അവൾ ഒന്നുകൂടി ആ സ്റ്റാറ്റസിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആദരാഞ്ജലികൾ എന്നെഴുതിയതിന് മുകളിൽ അമലിൻ്റെയും അവൻ്റെ അമ്മയുടെയും ഫോട്ടോ. പെട്ടെന്നാണ് ഫാമിലി ഗ്രൂപ്പിൽ ആരുടെയൊക്കെയോ വോയിസ് മെസ്സേജ് വരാൻ തുടങ്ങിയത്. ആരുടേതാണെന്നൊന്നും നോക്കാതെ അവൾ വിറയ്ക്കുന്ന കൈകളാൽ ആ വോയിസ് പ്ലേ ചെയ്തു. അതിൽ നിന്നും കേട്ട വാക്കുകൾ അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. അമലിന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നത്രേ. അറിഞ്ഞപ്പോഴേക്കും ലാസ്റ്റ് സ്റ്റേജ് ആയിപ്പോയി. ഇന്ന് തീരെ വയ്യാതായി ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും എല്ലാം കഴിഞ്ഞെന്നാ കേട്ടത്. ആകെ ഒരു മകനല്ലേ ഉള്ളൂ, ഇനി ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നേ എന്ന് തോന്നിക്കാണും. അങ്ങനെ അതിന് പിന്നാലെ തന്നെ അവൻ്റെ അമ്മയും ആത്മഹത്യ ചെയ്തു. കഷ്ടമായിപ്പോയി. ആ വോയിസ് മുഴുവൻ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും തലയിൽ വണ്ടുകൾ കൂട്ടത്തോടെ മൂളിപ്പറക്കുന്നത് പോലെ വല്ലാത്തൊരു അസ്വസ്ഥത അവൾക്ക് അനുഭവപ്പെട്ടു. അവളുടെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നിയതും ബോധം മറന്ന് അവൾ ബെഡിലേക്ക് വീണിരുന്നു. അവൾ വാശി പിടിച്ചു കരഞ്ഞതുകൊണ്ട് മനു അവളെയും കൂട്ടി അമലിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. കൂടെ അവൻ്റെ അമ്മയും അവളുടെ അച്ഛനും അമ്മയുമുണ്ട്. ദൂരെ നിന്നൊന്ന് കണ്ടാൽ മാത്രം മതിയെന്ന് പറഞ്ഞു കരഞ്ഞ അവളെ കണ്ടു നിൽക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. അത്രയും ദയനീയമായിരുന്നു അവളുടെ അവസ്ഥ. അപ്പോഴേക്കും മനുവിൻ്റെ അമ്മയും കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. അവർക്ക് എന്തു പറയണമെന്നോ ചെയ്യണമെന്നോ അറിയുന്നില്ലായിരുന്നു. അവർക്കും വല്ലാത്ത വേദന തോന്നി. രാവിലെ 10 മണിക്ക് ശവം എടുക്കുമെന്നായിരുന്നു പറഞ്ഞത്. അവർ വീട്ടിലെത്തുമ്പോഴേക്കും വീട്ടിലും മുറ്റത്തും റോഡിലുമെല്ലാം നിറയെ ആളുകളായിരുന്നു. അവൾ ആരെയും കാണുന്നില്ലായിരുന്നു. വെള്ള പുതച്ചു കിടത്തിയ 2 മനുഷ്യർ മാത്രം അവളുടെ കണ്ണിൽ നിറഞ്ഞു നിന്നു. അവർക്കരികിലേക്ക് ചെന്ന് അവരെ ചേർത്തു പിടിച്ച് കരയണമെന്ന് അവൾക്ക് തോന്നി. ഇത്ര കാലം തന്നെ ചതിച്ചെന്ന് പറഞ്ഞ് വെറുക്കാൻ ശ്രമിച്ചതിന് ആ കാലു പിടിച്ച് മാപ്പ് പറയണമെന്ന് തോന്നി. ഏറ്റവും ഒടുവിൽ ആ കവിളിലൊന്ന് ചുണ്ടു ചേർക്കണമെന്ന് തോന്നി. മറവിയിലേക്ക് ഇട്ടുകൊടുത്ത അവനോടൊപ്പമുള്ള നിമിഷങ്ങൾ അവൾക്കുള്ളിൽ തെളിഞ്ഞു വന്നു. നെഞ്ച് 100 കഷ്ണങ്ങളായി നുറുങ്ങുന്നത് പോലെ ഒരു വേദന അവൾക്ക് തോന്നി. എൻ്റെ മോനെ ശപിക്കരുത്, അവൻ്റെ അവസ്ഥ ഇതായിപ്പോയി എന്നു പറഞ്ഞു കരഞ്ഞ അമ്മയെ അവൾക്ക് ഓർമ്മ വന്നു. അന്നത് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. സ്വന്തം മകളെപ്പോലെ തന്നെ സ്നേഹിച്ച ആ അമ്മയെ അവൾക്ക് അവസാനമായി ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് തോന്നി. പക്ഷേ സാധിക്കില്ല. അതിനുമാത്രം താൻ അവരുടെ ആരുമല്ല. മറ്റുള്ളവരുടെ കണ്ണിൽ താൻ വെറുമൊരു നാട്ടുകാരി മാത്രമാണ്. ദൂരെ നിന്ന് നോക്കിക്കാണുവാൻ വിധിക്കപ്പെട്ടവൾ. ഇനി ആരെങ്കിലും കാണാനുണ്ടോ? ആരുമില്ലെങ്കിൽ എടുക്കുകയാണ്. ആരോ വിളിച്ചു ചോദിക്കുന്നത് കേട്ടതും അവൾ മനുവിൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. പൂക്കുല പോലെ ആ കൈകൾ തണുത്തു വിറയ്ക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് മനുവിൻ്റെ അമ്മ അവനരികിലേക്ക് ചെന്ന് അവനോടെന്തോ പറഞ്ഞത്. അവർ പറഞ്ഞത് കേട്ടതും അവൻ അവരെ ഒന്ന് നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. ഇനി ആരുമില്ലല്ലോ? ഒരിക്കൽ കൂടി മുൻപിൽ നിന്നും വിളിച്ചു ചോദിക്കുന്നത് കേട്ടതും മനു വീണയെ ഒന്ന് നോക്കി. സർവം തകർന്നാണ് അവൾ നിൽക്കുന്നതെന്ന് അവന് തോന്നി. ഒരാൾ കൂടിയുണ്ട്. മനു അത് പറഞ്ഞതും എല്ലാവരും അവനിലേക്ക് നോക്കി. വീണയും ഒന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയും അവസ്ഥയും മറിച്ചായിരുന്നില്ല. എങ്കിലും അവരും അത് ആഗ്രഹിച്ചിരുന്നു. കാരണം അമലും വീണയും എത്രയധികം സ്നേഹിച്ചവരാണെന്ന് അവർക്കറിയാം. പക്ഷേ മനുവിനോ അവൻ്റെ അമ്മയ്ക്കോ എന്തെങ്കിലും വല്ലായ്മ തോന്നിയാലോ എന്ന് വിചാരിച്ചാണ് അവർ മിണ്ടാതെ നിന്നത്. ചെല്ല്, മനു വീണയെ നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകൾ വീണ്ടും പെയ്തു. ചുണ്ടുകൾ വിതുമ്പി.
വിറയ്ക്കുന്ന കാലുകളോടെ അവൾ അവർക്കരികിലേക്ക് ചെന്നതും കണ്ടു. എല്ലാം തകർന്നവനെപ്പോലെ ഇരിക്കുന്ന രാഹുലിനെ. അവൾക്കറിയാമായിരുന്നു രാഹുലിന്റെ പാതി ജീവനാണ് അവിടെ ജീവനില്ലാതെ വെള്ള പുതച്ചു കിടക്കുന്നതെന്ന്. അവളെ കണ്ടതും രാഹുലിന്റെ കണ്ണുകൾ ഒരു നിമിഷം വിടർന്നെങ്കിലും തൊട്ടടുത്ത നിമിഷം അവനിൽ നിന്നും ഒരു കരച്ചിൽ ഉയർന്നിരുന്നു. നാട്ടിൽ കുറച്ചു പേർക്കൊക്കെ അവർ തമ്മിൽ സ്നേഹിച്ചിരുന്ന കാര്യം അറിയാമായിരുന്നു. രോഗമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവൻ അവളെ ഉപേക്ഷിച്ചതെന്നും അവർക്കറിയാമായിരുന്നു. അവരെല്ലാം സങ്കടം അടക്കം പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ ആദ്യം ചെന്നത് അമലിന്റെ നേർക്കാണ്. അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അത് അവനാണോ എന്ന് പോലും അവൾക്ക് സംശയം തോന്നി. അത്രമേൽ ക്ഷീണിച്ചിരുന്നു അവന്റെ മുഖം. വിറയ്ക്കുന്ന കൈകളോടെ അവൾ അവന്റെ മുഖത്തുകൂടെ വിരലോടിച്ചു. ജീവനില്ലാതെ കിടക്കുന്ന അവനെ അവൾക്ക് കണ്ടു നിൽക്കാനായില്ല. ഹൃദയം കീറിമുറിക്കുന്ന വേദനയെ ശമിപ്പിക്കാനെന്ന വണ്ണം അവൾ അവന്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് താൻ കൊടുത്ത ആദ്യ ചുംബനത്തിനു ശേഷം ഇപ്പോഴിതാ അവസാന ചുംബനം ജീവനില്ലാത്ത അവന്റെ മുഖത്തും. അന്ന് ആ ചുംബനം അവൻ ഏറ്റുവാങ്ങുമ്പോൾ തന്റെയും അവന്റെയും ഉള്ളിൽ എത്രമാത്രം സന്തോഷമായിരുന്നു. എന്നാൽ ഇന്ന് ഇത്ര വേദനയോടെ താൻ ചുംബിക്കുന്നത് അവൻ അറിയുന്നു പോലുമില്ലല്ലോ. അവൾക്ക് സങ്കടവും വേദനയും സഹിക്കാനായില്ല. അവൾ അവന്റെ ഇരു കവിളിലും കരഞ്ഞുകൊണ്ട് മാറി മാറി ചുംബിച്ചു. മനുവും അവളുടെ അമ്മയും ചേർന്ന് അവളെ പിടിച്ചു മാറ്റി. ആ കാഴ്ച ആർക്കും കണ്ടു നിൽക്കാൻ ആവുന്നതായിരുന്നില്ല. അവൾ അവന്റെ അമ്മയെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇരു കവിളിലും നെറ്റിയിലും മാറി മാറി ചുംബിച്ചു. അവൾ അവരുടെ മകളല്ലെന്ന് കണ്ടു നിന്നവർക്കാർക്കും പറയാൻ പറ്റില്ല. അതുപോലെയായിരുന്നു അവളുടെ കരച്ചിൽ. അമലിനെയും അമ്മയെയും ആരൊക്കെയോ ചേർന്ന് എടുത്തുകൊണ്ടു പോയതും ബോധം മറഞ്ഞവൾ മനുവിന്റെ കയ്യിലേക്ക് വീണിരുന്നു. രണ്ടുപേരെയും ഒരുമിച്ചായിരുന്നു ദഹിപ്പിച്ചത്. ഭൂമിയിലായിരുന്നപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. മരിച്ചപ്പോഴും അത് അങ്ങനെ തന്നെ. രാഹുലായിരുന്നു ഒരു സഹോദരന്റെ സ്ഥാനത്തു നിന്ന് അമലിന്റെയും മകന്റെ സ്ഥാനത്തു നിന്ന് അമ്മയുടെയും ചിതയ്ക്ക് തീ കൊളുത്തിയത്. അവന് അവർ കൂട്ടുകാരന്റെ അമ്മയായിരുന്നില്ല, സ്വന്തം അമ്മ തന്നെയായിരുന്നു. ചിറകറ്റു വേദന കൊണ്ട് മരിച്ചു വീഴുന്നൊരു പക്ഷിയെപ്പോലെ തന്റെ പ്രിയപ്പെട്ടവരുടെ ചിത കത്തുന്നത് കണ്ട് അവൻ ആർത്തു കരഞ്ഞു. ചിത കത്തിയെരിഞ്ഞു കഴിയുന്നതുവരെ രാഹുൽ അവർക്ക് കൂട്ടായി അവിടെ തന്നെയിരുന്നു. അവിടെ നിന്നും എഴുന്നേറ്റ് പോരാൻ എല്ലാവരും നിർബന്ധിച്ചെങ്കിലും അവൻ അതിന് കൂട്ടാക്കിയില്ല. അവൻ അവിടെ തന്നെ ഇരുന്നു. അമലിനോടൊപ്പമുണ്ടായിരുന്ന ഓർമ്മകൾ അവനെ ചുട്ടുപൊള്ളിച്ചു. അവൻ ആർത്തു കരഞ്ഞു. അവന്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ കഴിയാത്തതുപോലെ ആർത്തലച്ചു പെയ്യുന്നൊരു മഴയായി വന്ന് അമൽ അവനെ ഇറുക്കെ പുണർന്നു. ആളുകൾ ചേർന്ന് ചിത കത്തുന്നതിന് മുകളിൽ വലിയൊരു ഷീറ്റ് വലിച്ചു കെട്ടി. ആ മഴയിലും രാഹുലിന്റെ കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. അപ്പോഴും വീണയ്ക്ക് ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. വണ്ടിയിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് അവളെ എടുത്തുകൊണ്ടോടുമ്പോൾ പെട്ടെന്നാണ് ശക്തമായൊരു മഴ പെയ്തത്. ആ മഴയിൽ അവൾ നനഞ്ഞു കുളിച്ചു. തന്റെ പ്രിയപ്പെട്ടവരുടെ സാമീപ്യം അവൾക്ക് ആ മഴയിൽ അനുഭവപ്പെട്ടു. അപ്പോഴേക്കും അവർ ഹോസ്പിറ്റലിനുള്ളിൽ എത്തിയിരുന്നു. അവളോട് എന്തോ പറഞ്ഞുകൊണ്ട് ചിരിക്കുന്ന രണ്ടുപേരുടെ മുഖം അവൾക്കുള്ളിൽ മിഴിവോടെ തെളിഞ്ഞു വന്നു. കുറച്ചു സമയത്തിനു ശേഷം അവൾക്ക് ബോധം വരുമ്പോൾ അവൾക്ക് ചുറ്റും എല്ലാവരും ഉണ്ടായിരുന്നു. അവൾ തനിക്ക് അരികിലായിരിക്കുന്ന മനുവിനെ ഒന്ന് നോക്കി. അവന്റെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിട്ടുണ്ട്. അവന്റെ മാത്രമല്ല, എല്ലാവരുടെയും. അവൾ പതിയെ മനുവിന്റെ കൈകൾക്ക് മുകളിലായി തന്റെ വലതുകൈ വെച്ചു. അവനൊന്നവളെ തലയുയർത്തി നോക്കിയതും അവൾ ഒന്നവനെ നോക്കി കണ്ണു ചിമ്മി. അവൾ തന്റെ മറുകൈ അവളുടെ ഉദരത്തോട് ചേർത്ത് വെക്കുമ്പോൾ അവിടെ കൂടി നിന്നവരിലെല്ലാം അവളെക്കുറിച്ച് ഓർത്തൊരു ആശ്വാസം വന്നു നിറഞ്ഞു. അപ്പോഴും ചിലരുടെ സാമീപ്യം എന്ന പോലെ പുറത്ത് മഴ ആർത്തലച്ചു പെയ്തുകൊണ്ടിരുന്നു.